ഈ വരുന്ന എക്സാമുകൾ എങ്ങനെ പഠിക്കും, എവിടെ പ്രാക്ടീസ് ചെയ്യും, ഏതാണ് റൈറ്റ് ആയ ട്രാക്ക്? അതേപോലെ ഇപ്പൊ 10th മെയിൻസിന്റെ എക്സാമുകൾ വരുന്നുണ്ട്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ. അതേപോലെ ഈ 10th പ്രിലിംസിന്റെ എക്സാം കഴിഞ്ഞ് സെക്രട്ടേറിയറ്റ് OA, പിന്നെ ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം. ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ഇത് എങ്ങനെ തുടങ്ങും, എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ കാണും. അതേപോലെ 1-2 വർഷമോ കുറച്ച് വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്, നോളജുകളുണ്ട് സബ്ജക്റ്റുകളിൽ, അത് എങ്ങനെ എക്സാമിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്നൊക്കെ ചോദ്യങ്ങൾ തുരുതുരാന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുമല്ലോ. അതേപോലെ കുറെ ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നവരുണ്ട്. അതായത് എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് മാർക്കുകൾക്ക് ഇത്രേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ എന്റെ മാർക്ക് ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ നിൽക്കുവാണ്, ഒരു 60-70 നിൽക്കുന്നു, എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേരുണ്ട്. ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾക്ക് ഇത് വേണം എന്നുള്ളത് കൊണ്ട് ഉള്ളിലെ തീ കൊണ്ട് വരുന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം. അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇപ്പൊ തന്നെ പോസ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലയോ, വർഷങ്ങൾ ഓർത്തിരിക്കുന്നില്ലയോ, എങ്ങനെ പഠിക്കണം, സിലബസ് വൈസ് ആണോ പോകേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പർ ആണോ, അങ്ങനെയുള്ള എന്തുണ്ടെങ്കിലും കമന്റ് ചെയ്യും. അടുത്ത ക്ലാസ് നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ അഡ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് പോകും. കാരണം GK മാത്രം ഞാൻ തന്നാൽ പറ്റത്തില്ല. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള നിങ്ങളുടെ പ്രോബ്ലംസ് കൂടെ സോൾവ് ചെയ്ത് നിങ്ങളെ റൈറ്റ് ട്രാക്കിൽ ഞാൻ കൊണ്ടുവരും. ഞാൻ എന്റെ മാക്സിമം ചെയ്യും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻപുട്ട് തരും, നിങ്ങളുടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് പറയണം. അപ്പോഴേ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെയല്ലേ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറായി ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫാസ്റ്റ് ആയിരുന്നു കുറെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുക. നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ അത്യാവശ്യം ഒരു സ്ലോ ഫേസിൽ പോവുകയാണ്. നിങ്ങൾക്ക് അത് ഓവർലോഡ് ആയിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ സ്ലോ ആക്കി കേൾക്കുക. പിന്നെയും ഫാസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടിയിട്ടാലും മതി, സ്പീഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ പോകുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എക്സാം എഴുതാൻ പോകുന്ന അതേ ഫീൽഡിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. കാരണം നോളജ് ഉണ്ട്, അത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയത്തില്ല. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പാടായിട്ട് വരുന്നത്, എങ്ങനെ എലിമിനേറ്റ് ചെയ്യണം, ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങളല്ലേ. അത് ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോഴും നമ്മൾ ഒരുമിച്ച് ഫിഗർ ഔട്ട് ചെയ്യും. ഒരുമിച്ച് ഓരോ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസ് കഴിയുമ്പോഴും നിങ്ങളുടെ ലെവൽ അപ്പ് ആയിരിക്കും, എനിക്കത് ഉറപ്പാണ്. നിങ്ങൾ ഓരോ വീഡിയോ കഴിയുമ്പോഴും അത് എന്നെ അറിയിക്കണം. അപ്പ് ആവുന്നുണ്ടോ, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, നിങ്ങൾക്ക് കോൺഫിഡൻസ് വരുന്നുണ്ടോ, ഇതെല്ലാം എന്നെ അറിയിക്കണം. ഓക്കെ, അപ്പം GK മാത്രമല്ല, നമുക്ക് മോട്ടിവേഷൻ ആവശ്യമായതിൽ. അപ്പോ ഈ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് ഒരു അറൌണ്ട് ഒരു 10-12ഓളം ചോദ്യങ്ങൾ ഡിഫിക്കൽറ്റി 4 out of 5, അതായത് ഭയങ്കര ഡിഫിക്കൽറ്റി ഉള്ളതാണ്. അപ്പൊ ഭയങ്കര ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എക്സാം ഹോളിൽ പോയിരിക്കുമ്പോൾ അത് എങ്ങനെ അറിയും? ഇതൊരു ചോദ്യമല്ലേ. എക്സാം ഹോളിൽ പോയിരിക്കും നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഈ ഡിഫിക്കൽറ്റി ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ അധികം ഇത് ചോദിച്ചിട്ടില്ല. 1, 2 ഇതിന്റെ ആഴങ്ങൾ വളരെ കൂടുതലായിരുന്നു. എന്നാൽ ഇതിന്റെ റിലേറ്റഡ് ടോപ്പിക്സ് എല്ലാം PSC ചോദിച്ചിട്ടുള്ളതുമാണ്. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. റിലേറ്റഡ് എല്ലാം പറഞ്ഞ് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കണം. ഞാനും നിങ്ങൾക്ക് വേണ്ടി നോട്ട്സ് ഒക്കെ തയ്യാറാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം കൂടുതൽ ഇൻഫർമേഷൻസ് ഇനി പറയാൻ പോവാ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ചെയ്തോ കണ്ടോ. പക്ഷേ നമ്മളിപ്പോ പറഞ്ഞു പോകുന്ന കണ്ടന്റ്സുകളും ഈ റിവിഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരിക്കത്തില്ല. അതിൽ ഞാൻ കോൺഫിഡന്റ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് തന്നെ ഞാൻ തരും. ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ട്രാക്കിലാണ് ഞാൻ. നിങ്ങൾ റാങ്ക് അടിക്കേണ്ടതിലും ആയിരിക്കണം. നമുക്കപ്പോൾ 1 തുടങ്ങാം. അപ്പൊ ഈ ഡിഫിക്കൽട്ട് ചോദ്യം വന്നാൽ എങ്ങനെ വിലയിരുത്തണം എന്നുള്ളതും കൂടെ പറഞ്ഞാൽ പോകുന്നത്. എക്സാമുള്ള എക്സ്പീരിയൻസ് കൂടെ നമുക്ക് വേണം. ഓക്കെ, ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം കമന്റ് ചെയ്യണം, എനിക്ക് ഇന്ററാക്ട് ചെയ്ത് പോകണം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യമേ നമ്മൾ എക്സാമുകളിൽ പോയിരുന്നപ്പോൾ ഒന്നാമത്തെ ചോദ്യം വന്നത് ഇതാ: താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഏത്? അപ്പൊ നമ്മളിത് ഇങ്ങനെ ടിക്ക് ചെയ്ത് വെക്കുവേ. എലിമിനേഷനും എല്ലാ മെത്തേഡ്സും പറഞ്ഞുതരാം. ടിക്ക് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ ശരിയാണ് നമുക്ക് വേണ്ടത്. കുളച്ചൽ യുദ്ധം നടന്നത് 1748 പൊട്ടത്തെറ്റ്. കാരണം 1741 കോമൺ റിപ്പീറ്റഡ് 100+ ടൈംസ് ചോദിച്ചിട്ടുള്ള ഈ ചോദ്യം നമ്മളിവിടെ എന്തോരം ഹെൽപ്പ് ചെയ്യുന്ന കാണണോ. ഇവിടെ ഏതെല്ലാം ശരിയാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ തെറ്റാന്ന് മനസ്സിലായി. അപ്പൊ അതെന്തായാലും നമ്മുടെ ആൻസേഴ്സിൽ വരത്തില്ല. അപ്പൊ 1 കളയാമല്ലോ. 2 ഓപ്ഷൻ പോയി കിട്ടി. ഓക്കെ, ചിലയിടത്ത് 3 പോകും, ചിലയിടത്ത് 1 പോകത്തുള്ളൂ. എനിവേ അത് ഭയങ്കര ഹെൽപ്പാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് 1741. ഡച്ച് കപ്പിത്താൻ ഡിലനോയി ആയിരുന്നു. അപ്പൊ ഈ 2 ശരിയാ. എന്തായാലും 2 ആയിരിക്കും ആൻസർ. കാരണം ശരിയുള്ളതല്ലേ വരേണ്ടത്. അത് ഇൻക്ലൂഷനെ. അടുത്ത: കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശികൾ ഡച്ചുകാരാണ്. അല്ലല്ലോ, കേരളത്തിൽ ആദ്യം എത്തിയത് പോർച്ചുഗീസുകാരല്ലേ. 1498 വാസ്കോഡ ഗാമ സെന്റ് ഗബ്രിയൽ കപ്പലിലല്ലേ വന്നിറങ്ങിയത്. അപ്പൊ ഡച്ചുകാരല്ല. അപ്പൊ 3 തെറ്റാ. അപ്പൊ 3 എന്തായാലും ആൻസർ ആയിരിക്കത്തില്ല. ഇവിടെ അതും കൂടെ ക്യാൻസൽ ചെയ്ത് കിട്ടി. അപ്പൊ ഇത് കിട്ടി. ലാസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് പോലും വായിക്കാൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. ബാക്കി 4 കൂടെ വായിക്കാം. ഡച്ച് ഗവർണർ ആയിരുന്ന വാൻഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുടെ സംഭാവനയാണ്. ഞാൻ ചില ക്ലാസ്സിൽ ഈ പറയുന്ന സ്പേസിൽ പോകുമ്പോൾ പോർച്ചുഗീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കണം, അത് നിങ്ങൾ തിരുത്തണം. ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ച് സംഭാവനയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ച് സംഭാവനയാണ്. അപ്പൊ ഇത് ശരിയായിട്ട് ഇത് ഇത്രയും കിട്ടിയോ? ഇനി ഞാൻ അഡീഷണൽ പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ചോണേ.
ആദ്യമായിട്ട് പോർച്ചുഗീസുകാരെത്തിയല്ലോ 1498 പോർച്ചുഗീസുകാർ വാസ്കോ ഡ ഗാമ എത്തുന്നത്. ആ പോർച്ചുഗീസുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1628 ഓർത്തു വെച്ചോണം. ഓക്കെ അല്ലേ? ഇനി ഇവർ വന്നിട്ടുള്ള ഓർഡർ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ സ്റ്റുഡൻസ് പറഞ്ഞു തന്നു പോഡാ ബീഫെ എന്ന്. ഓക്കെ, അപ്പൊ പോഡാ ബീഫെ, ശരി. ഇത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ആക്ച്വലി സ്ട്രൈക്ക് ആയില്ല. പക്ഷെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ നിങ്ങൾ എടുത്തോ, ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ്. അവരും ക്ലാസ് കാണുന്നുണ്ടായിരിക്കും, ഒന്നും പറയല്ല. അപ്പം പോഡാ ബീഫെ എന്നുള്ളത് ചിലപ്പോൾ ഓർത്ത് വെക്കാൻ പറ്റും. PO പോർച്ചുഗീസുകാരായിരുന്നു ആദ്യം വന്നത്. രണ്ടാമത് ഡായുടെ ഡച്ചുകാരായിരുന്നേ. മൂന്നാമത് ബ്രിട്ടീഷുകാരായിരുന്നു. നാലാമത് ഫ്രഞ്ചുകാരും ആയിരുന്നു. ഓക്കെ ആണോ? പോർച്ചുഗീസുകാർ, ഡച്ചുകാര്, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഇങ്ങനെയാണ് ഈ വന്ന ഓർഡർ ഉള്ളത്. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ വൃത്തിക്ക് പഠിച്ചല്ലോ അല്ലെ? കുളച്ചൽ യുദ്ധം 1741 നടന്നതെങ്കിലും ഇവരുടെ ഡച്ച് പതനത്തിന് കാരണമായ യുദ്ധം മാത്രമാണ് കുളച്ചൽ യുദ്ധം. ഡച്ച് പതനത്തിന് കാരണമായിട്ടുള്ള ഉടമ്പടി ഏതാന്ന് PSC ചോദിക്കും. ഉടമ്പടി, ആ ട്രീറ്റ് ഏതാണെന്നറിയാമോ? മാവേലിക്കര ഉടമ്പടി. മാവേലിക്കര ഉടമ്പടി ഏത് വർഷമാണ്? 1753 ഓക്കെ, 1753 മാവേലിക്കര ഉടമ്പടി. ഈ ഉടമ്പടി ഒപ്പുവെച്ചതോടുകൂടി പതനമായി. അതായത് യുദ്ധം മാത്രമല്ല, ഉടമ്പടി ഏതാന്ന് ചോദിച്ചാൽ ഇതാണ്. ഇത്രയും സംഭവങ്ങൾ നമുക്ക് കിട്ടിയോ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതും പറഞ്ഞ് ഇതിന്റെ അഡീഷണൽ ഫാക്ട് കൂടെ പറഞ്ഞുതരാം. കാരണം ഡച്ചുകാരെയും പോർച്ചുഗീസുകാരെയും ബ്രിട്ടീഷുകാരെയും ഫ്രഞ്ചുകാരെയും പറഞ്ഞു തരണ്ടേ? ഒറ്റ ക്ലാസ് ഞാൻ പറഞ്ഞു തന്നത് ഭയങ്കര ഓവറായപ്പോ. ഇത്രയും സംഭവങ്ങൾ നമുക്കൊന്ന് പഠിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഈ ടോപ്പിക്ക് വരുമ്പോഴത്തേക്കും ഇതിന്റെ ഡെപ്ത് പറഞ്ഞുതരാം. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലെ അധ്യക്ഷ വഹിച്ച ഏക മലയാളി ആരാണ്? ഇത് ഭയങ്കര ഈസി ചോദ്യം. ഡിഫിക്കൽറ്റി 1 out of 5 only. ഓക്കെ, ഏക മലയാളി എന്ന് പറയുമ്പോൾ ചേറ്റൂർ ശങ്കരൻ നായർ. ഇതായിരുന്നു റിപ്പീറ്റഡ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷ വഹിച്ചത്? ഏതാ? അമരാവതി സെഷൻ ആണ്. 1897 ഈ സെഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഓർത്ത് വെച്ചോളൂ. അതേപോലെ PSC ഇദ്ദേഹത്തിന്റെ ചോദിക്കുന്നുണ്ട്. ചേറ്റൂർ ശങ്കരൻ നാരായണൻ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ബുക്കാണ് ഗാന്ധി ആൻഡ് അനാർക്കി. ഓക്കെ, ഗാന്ധി ആൻഡ് അനാർക്കി, ഗാന്ധിജിയും അരാജകത്വം എന്നും പറയുന്നത് ഇദ്ദേഹത്തിന്റെ ബുക്കാണ്. അത് റെഡിയല്ലേ? ശരിയല്ലേ? അതേപോലെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും ഇദ്ദേഹം രാജിവെച്ചു. ഓക്കെ, ശങ്കരൻ നാരായണൻ എന്ത് ചെയ്തു? രാജിവെച്ചു. കാരണം എന്താ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ചുകൊണ്ട് സർ പദവി രവീന്ദ്രനാഥ ടാഗോറും കൈസറി ഹിന്ദ് പദവി ഗാന്ധിജിയും ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇത്ര ഓർത്തു വെക്കാൻ പറ്റുമോ? അതേപോലെ ഈ INC സ്പ്ലിറ്റ് ആയി 1907 മിതവാദികളും തീവ്ര ദേശീയവാദികളെന്ന് സ്പ്ലിറ്റ് ആയത് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? ഈ ഹരിപുര എവിടെ കിടക്കുന്നത് എന്താ അറിയാവോ? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് INCയിലെ ആദ്യത്തെ ഇലക്റ്റഡ് ആയിട്ടുള്ള പ്രസിഡന്റ്. അതിന് മുന്നേ എല്ലാവരും നാമനിർദ്ദേശം ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വോട്ടെടുപ്പ് ഇലക്ഷനോട് കൂടി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് സുഭാഷ് ചന്ദ്രബോസ് 1938. ഓക്കെ, അത് ഹരിപുര സമ്മേളനമായിരുന്നു. ഇത്രയും കിട്ടിയോ? എന്നാൽ INCയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം INCയിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡന്റായ വ്യക്തി സോണിയാഗാന്ധിയുമാണ്. ഇത്രയും കിട്ടിയോ? INC ഉണ്ടായിരുന്നത് ആരുടെ കാലത്തായിരുന്നു? ഏത് വൈസ്രോയ? ഡഫ്രിൻ പ്രഭു. INCക്ക് പേരിട്ടത് ദാദാഭായ് നെഹ്റുജി. ഇതൊക്കെ ഓരോരോ ക്ലാസ്സിലായിട്ട് പറയാം. ഇപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കാവോ? ഇത്രയും കിട്ടിയോ INCയുടേത്? അതേപോലെ INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ചോദിച്ചാൽ ആനി ബെസന്റ് അല്ലെ? ഫസ്റ്റ് വനിതാ പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആനി ബെസന്റ് ഉണ്ട്. ഓക്കെ, എന്നാൽ ആദ്യത്തെ ഇന്ത്യൻ വനിത ചോദിച്ചു കഴിഞ്ഞാൽ സരോജിനി നായിഡു ആണ് അല്ലെ? ഓക്കെ, ഇത്രയും തൽക്കാലം ഇവിടെ പഠിക്കുക. അടുത്ത ക്ലാസ് നമുക്ക് ഇതിന്റെ ബാക്കി പഠിക്കാം. ഇനി APJ അബ്ദുൽ കലാമുമായി 2024 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ APJ അബ്ദുൽ കലാം സാറിന്റെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വന്നു. അപ്പൊ ഇനിയും അങ്ങോട്ട് വരാവേ. അപ്പൊ APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ഏതെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇദ്ദേഹത്തെ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് അറിയപ്പെടുന്നു. ശരി, ഇപ്പൊ തെറ്റായിട്ടുള്ളതല്ലേ? അതായത് ഈ തെറ്റുള്ളത് മാത്രമേ ഓപ്ഷൻ C വരാവൂ. അതായത് ഈ സംഭവത്തിൽ തെറ്റുള്ളത് മാത്രമേ വരാവൂ. അതാണ് ഇവിടെ PSCക്ക് വേണ്ടത്. അപ്പൊ ശരിയുള്ളത് വന്നാൽ അത് ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ. മനസ്സിലായോ? അപ്പം ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഒന്നുള്ളതെല്ലാം ക്യാൻസൽ ചെയ്യാം. കാരണം ഒന്ന് ശരി ഉത്തരം വരത്തില്ല ഇവിടെ. ഓക്കെ, കാരണം തെറ്റ് മാത്രം മതി ഇവിടെ. എലിമിനേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുക കേട്ടോ. പതിയെ പതിയെ പോവാം. ഇത് ലാഗായിട്ട് തോന്നുന്ന ഇച്ചിരി സ്പീഡിൽ കാണും. ബാക്കിയുള്ളവരെ ഈ ഒരു ഫേസിൽ പോവാ, അല്ലെ കുറച്ചിട്ട് കാണണം. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ആണോ? രാമേശ്വരം അല്ലെ? രാമേശ്വരത്താണ് ജനിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ട് തെറ്റുള്ളത് ഒരെണ്ണമായിരിക്കും ഇവിടെ ഉത്തരം. ഓക്കെ, ഇദ്ദേഹത്തെ അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. അഗ്നിസാക്ഷി ആരുടെയാണെന്നറിയാമോ? റിപ്പീറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിപ്പീറ്റഡ് ചോദ്യമാ. ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ് അഗ്നിസാക്ഷി. ഓക്കെ, ഇദ്ദേഹത്തിന്റെ എന്താ പറയാ? അഗ്നി ചിറകുകളാണ്. വിങ്സ് ഓഫ് ഫയർ ആണ് ഇദ്ദേഹത്തിൻ്റെത്. അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ്. അതും റിപ്പീറ്റഡ് ആ കേട്ടോ. അപ്പൊ ഈ രണ്ടെണ്ണം തെറ്റാണല്ലോ.
ഓക്കെ, 2, 3 അടുത്ത ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ്. 2024 ഈ APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് എത്രാമത്തെയാണെന്ന് ചോദിക്കുന്ന ഒരു 5-6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ്. ശരിയാണോ? ആണ്. അപ്പൊ ഇത് പഠിച്ചോണം, APJ അബ്ദുൽ കലാം 11ാമത്തെ. അപ്പൊ നിലവിലത്തെ നമുക്ക് നോക്കാം. നിലവിലത്തെ പ്രസിഡന്റ് ആരാ? ദ്രൗപദി മുർമു അല്ലെ? ദ്രൗപദി മുർമു ആണ്. ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ആളാണെന്നുള്ള PSC ചോദിച്ചിട്ടുണ്ട്. ഒഡീഷയാണെന്ന് ഓർത്തു വെച്ചാണ്. അതേപോലെ എവിടുത്തെ ഗവർണർ ആയിരുന്നു എന്നും PSC ചോദിച്ചിട്ടുണ്ട്. എവിടുത്തെ? ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ് ആണെന്ന് ഓർത്തോളം. എന്നാൽ ഈ ദ്രൗപദി മുർമു എത്രാമത്തെ പ്രസിഡന്റാ? 15ാമത്തെ പ്രസിഡന്റ് ആണ്. അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് വൈസ് പ്രസിഡന്റ്. PSC ഇതേപോലെ ചോദിച്ചു നിങ്ങൾക്കും വരും. 14ാമത്തെ വൈസ് പ്രസിഡന്റ് ആണ് ഇപ്പോഴത്തെ ജഗദീപ് ധൻകർ. ജഗദീപ് ധൻകർ ആണ് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ്. ഇതൊക്കെ പഠിച്ചു പോകാമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് തോന്നും. ഈ ജഗദീപ് ധൻകർ 14ാമത്തെ ആളാണെന്നും ഇദ്ദേഹം രാജസ്ഥാൻകാരനാണെന്ന് ഓർത്തോണം. ഓക്കെ, ഒരു ക്ലാസ്സിൽ വെസ്റ്റ് ബംഗാൾ എന്നാണ് ഞാൻ തെറ്റി പറഞ്ഞത്. അതും ഇവിടെ തിരുത്തി തരണേ കേട്ടോ, നിങ്ങൾ തിരുത്തിക്കണം. രാജസ്ഥാനാണ്. അപ്പൊ ജഗദീപ് ധൻകർ, ധനമുള്ള ആള് രാജാവാണെന്നങ്ങ് ചുമ്മാ ഓർത്താൽ മതി. ജഗദീപ് ധൻകർ രാജസ്ഥാൻ എന്നും കിട്ടും. ഇത്രയും പോരെ? ഇത് ഇത്രയുമേ ഉള്ളൂ ഇപ്പൊ തൽക്കാലം നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുന്നത് ഡിഫിക്കൽറ്റി 1 out of 5 ആണ്. ഭയങ്കര സിമ്പിൾ ആണ്. എപ്പോഴും ചോദിക്കുന്നത് 100 തവണ കൂടുതൽ എന്ന് പറഞ്ഞാലും ഒരു തെറ്റുമില്ല. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനും നെഹ്റുവിനും ഒപ്പം പ്രവർത്തിച്ച് സഹായിച്ച മലയാളി ആരാണ്? ആരാ? നമ്മുടെ VP മേനോനാണ് അല്ലെ? VP മേനോനാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. ഈ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നത് PSC ചിലപ്പോൾ ചോദിക്കാം. 1947 സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എപ്പോ വന്നു എന്ന് ചോദിച്ചാൽ 1947. 565ഓളം നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും സമയത്ത്. 565 നാട്ടുരാജ്യങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഇന്ത്യൻ യൂണിയന്. അതിൽ 3 നാട്ടുരാജ്യങ്ങൾ ചേരാൻ വിസമ്മതിച്ചു. ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നില്ല, ഞങ്ങൾ സ്വതന്ത്രരായി നിന്നോളാമെന്ന് പറഞ്ഞു. അതേതൊക്കെയാ? PSC ചോദിച്ചു. 1 ജമ്മു ആൻഡ് കാശ്മീർ, 2 ഹൈദരാബാദ്, 3 ജുനാഗഡ്. ഓക്കെ, ഇതിലെ ജമ്മു ആൻഡ് കാശ്മീർ 1947 ഒക്ടോബർ 26 ആയപ്പോഴത്തേക്കും നമ്മുടെ ലയന കരാറിൽ, ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ, ലയന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയുടെ ഭാഗമായി. കാരണം പാകിസ്ഥാൻ പിടിച്ചടക്കുക. അപ്പം കാശ്മീർ പോകാതിരിക്കാൻ വേണ്ടി ആ സമയത്തെ രാജാവായിരുന്ന രാജാ ഹരി സിംഗിന് വേറെ ഒരു ഓപ്ഷനും ഇല്ല, ഇന്ത്യയുടെ സഹായം വേണം. അപ്പൊ എന്ത് ചെയ്തു? ലയന കരാർ ഒപ്പിട്ടിട്ട് പറഞ്ഞു എനിക്ക് ജമ്മു കാശ്മീർ പിടിച്ചു തരൂ, ഈ ജമ്മു കാശ്മീർ ഇന്ത്യയുടേതാണ്. ഇങ്ങനെയാണ് നമുക്ക് 1947 ഒക്ടോബർ 26 കാശ്മീർ ഇന്ത്യയുടെ ആകുന്നത് കേട്ടോ. അപ്പം ലയന കരാർ വഴിയല്ലേ ജമ്മു ആൻഡ് കാശ്മീർ ആയത്. ഹൈദരാബാദ് ആയത് ഓപ്പറേഷൻ പോളോ, സൈനിക നീക്കമായിരുന്നു ഇവിടെ. ഓപ്പറേഷൻ പോളോ വഴിയാണ് ഹൈദരാബാദ് ആയത്. എന്നാൽ ജുനാഗഡ് നമ്മൾ പറഞ്ഞില്ലേ, ഇതെങ്ങനെയായെന്നറിയാം? ജനഹിത പരിശോധന, ഇംഗ്ലീഷിൽ പറയും റെഫറൻഡം, ടെക്സ്റ്റിൽ അതേപോലെ കിടപ്പുണ്ട്. ജനഹിത പരിശോധനയാണ്. ജനഹിത പരിശോധന വഴിയാണ് ജുനാഗഡ് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായത്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ്. അതേപോലെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം ചോദിച്ച ഭാവ്നഗർ ആണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സംഭവം ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെങ്കിലും ഇതിന്റെ ഈ ഉള്ളിൽ നിന്ന് ഈ ടോപ്പിക്സ് വന്നിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആകത്തില്ല. അതുകൊണ്ട് റിലേറ്റഡും പഠിച്ച് നമുക്ക് പോവാം. പിന്നെ ആദ്യമായിട്ട് ഇത് കാണുന്നവരൊക്കെ ഉണ്ട്, നിങ്ങളുടെ അടുത്ത് പറയുക ഇത് കണ്ടു പേടിക്കണ്ട, ഓവർലോഡാന്ന് വിചാരിക്കണ്ട. ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടതും വരാനുള്ളതും വന്നിട്ടുള്ളതും എല്ലാം പറഞ്ഞു പോകുന്നത്. ഇത് നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒത്തിരി വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുടെ ഈക്വലന്റ് ആവുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ പോട്ടെ. പിന്നെന്തൊക്കെയുണ്ട്? ഇമ്പോർട്ടന്റ് അടുത്തൊരെണ്ണം VP മേനോന്റെ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ഇത് മറക്കല്ലേ, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെയാണ്? അതേപോലെ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആരുടെ ബുക്കാണെന്ന് PSC 2024 ചോദിച്ചു. അത് VP മേനോന്റെ ആണ്. ഇത്ര ഓക്കെ അല്ലേ? ശരി, ഇത്രയും മതി ഇവിടെ. ഇനി അതേപോലെ ഈ പോറ്റി ശ്രീരാമുലുവിന്റെ ചോദ്യങ്ങൾ അറിയാമോ? ആന്ധ്രാപ്രദേശ് എന്നുള്ളൊരു സംസ്ഥാനം വേണമെന്ന് എന്ത് ചെയ്തു? സമരം നടത്തി നിരാഹാരം കിടന്ന് മരണപ്പെട്ടു. പോറ്റി ശ്രീരാമുലു മറക്കരുത്, റിപ്പീറ്റഡ് ചോദ്യമാണ്. അതേപോലെ ഈ CR ദാസ് ഉണ്ടല്ലോ, CR ദാസ് ആണ് സ്വരാജ് പാർട്ടി സ്ഥാപിച്ച പ്രസിഡന്റ്. സ്വരാജ് പാർട്ടി 1923 കോൺഗ്രസിൽ നിന്നും മാറിപ്പോയി തുടങ്ങിയതാണ് സ്വരാജ് പാർട്ടി കേട്ടോ. സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റ് CR ദാസ്, സെക്രട്ടറി മോട്ടിലാൽ നെഹ്റു. ഇത് രണ്ടും റിപ്പീറ്റഡ് ചോദ്യമാണ്. ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ അല്ലേ നമ്മളിപ്പോ ഹരിപുര സമ്മേളനം പറഞ്ഞത്? 1938 INC എലക്റ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ പ്രസിഡന്റ് ആണ് സുഭാഷ് ചന്ദ്രബോസ്. 38. ഓക്കെ, ഈ 38 ഇദ്ദേഹമായിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു, ഇദ്ദേഹത്തിന്റെ ഗുരുവാണ് CR ദാസ്, മറക്കരുത്. ഓക്കെ അല്ലേ? ശരി. അടുത്തത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ. ഈ ഒരു ചോദ്യമേ നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് പൊതുവെ ആൾക്കാർ പഠിക്കുമ്പോൾ സ്കിപ്പ് ചെയ്തു പോകുന്നതാണ്. അതുകൊണ്ട് ഈ ചോദ്യം കാണുമ്പോൾ പാടായിട്ട് തോന്നും. ഇത് ഭയങ്കര ബേസ് ചോദ്യമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ
പ്രവാചകൻ ആരാന്ന് ചോദിച്ചാൽ റുസോയാണ്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ. ഒന്ന് ഓർത്താൽ മതി. പ്രവചനങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പ്രവചനം കേൾക്കാൻ നല്ല രസമാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റാങ്ക് അടിക്കും. റാങ്ക് എന്ന് പറഞ്ഞാൽ ടോപ്പ് റാങ്ക് അടിക്കും. ഇതൊരു പ്രവചനമാണ്. ഇത് രസമൊന്നുമല്ല, ഇത് ഒറിജിനൽ പ്രവചനമാണ്. പക്ഷെ ഒരു കേൾക്കുമ്പോൾ ഒരു ചെറിയ രസം തോന്നി കാണത്തില്ല. പ്രവചനം, പ്രവാചകൻ രസമാണെന്ന് ഓർത്തോണം. ഇതൊരു ചോദ്യം, റിപ്പീറ്റഡ് ചോദ്യം. അതേപോലെ പീസ് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് സോഷ്യൽ കോൺട്രാക്ട്. സോഷ്യൽ കോൺട്രാക്ട്, സോഷ്യൽ കോൺട്രാക്ട് ആരുടെയാണെന്ന് ചോദിക്കും. സോഷ്യൽ മീഡിയസ് നല്ല രസമാണ്. സോഷ്യലി എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ആവാൻ നല്ല രസമാണ്. നിങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളൊരു ഇവന്റ് വിളിക്കുന്നത് നിങ്ങൾ എല്ലാവരും എത്തണം, അപ്പൊ നമുക്ക് സോഷ്യലൈസ് ചെയ്യാം അല്ലെ. അപ്പൊ സോഷ്യൽ ഈവന്റുകൾ രസമാണ്, സോഷ്യലി ഇരിക്കാൻ രസമാണ് റുസോ. ഫ്രഞ്ച് പ്രവാചകൻ റുസോ. ഇത് ഓർത്ത് വെച്ചോണം. ഓക്കെ അല്ലേ? അതേപോലെ മോണ്ടസ്ക്യൂവിന്റെ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നായിരുന്നു സ്പിരിറ്റ്സ് ഓഫ് ലോ. ഓക്കെ, സ്പിരിറ്റ്സ് ഓഫ് ലോ ഓർത്തു വെക്കൂ. നിയമങ്ങളുടെ അന്തസത്ത. അപ്പം ഇത് ഞാൻ എങ്ങനെ ഓർത്തു വെച്ചേക്കുന്ന അറിയാം. മോണ്ടസ്ക്യൂ, ക്യൂ നിൽക്കുന്നത് എപ്പോഴാ? സ്പിരിറ്റ് വാങ്ങിക്കാൻ. സ്പിരിറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ അല്ലെ. ക്യൂ എന്ന് പറയുന്നത് സ്പിരിറ്റ് വാങ്ങിക്കാനാണ്. ഈ ക്യൂ നിന്ന് നോട്ടണം. ഇത് റിപ്പീറ്റഡ് ചോദ്യം. മോണ്ടസ്ക്യൂവിന്റെ ആണ് സ്പിരിറ്റ് ഓഫ് ലോ. ക്യൂ നിൽക്കുന്നത് സ്പിരിറ്റ് വാങ്ങിക്കാനാണ്. റിപ്പീറ്റഡ് ചോദ്യം. ഓക്കെ, ഈ ലൂയി 14 പ്രത്യേകത അറിയാവോ? ലൂയി 14 പറഞ്ഞത് ഞാനാണ് രാഷ്ട്രം, ഐ ആം ദി സ്റ്റേറ്റ്. റിപ്പീറ്റഡ് ചോദ്യം. ഐ ആം ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് ലൂയി 14 അത് കഴിഞ്ഞ് ലൂയി 15 എന്ന് പറഞ്ഞു ആഫ്റ്റർ മീ ഡെലൂജ്, അതായത് എനിക്ക് ശേഷം പ്രളയം. എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് 15-ാമത്തവനാണ്. 15-ാമത്തെ രാജാവാണ്. 16-ാമത്തെ ആയപ്പോ എന്ത് ചെയ്തു? ശരിക്കും അങ്ങ് പ്രളയം വന്നു. എന്തിന്റെ രൂപത്തിലാ? വിപ്ലവം. ഫ്രഞ്ച് റെവല്യൂഷൻ നടന്നത്, ഫ്രഞ്ച് റെവല്യൂഷൻ നടന്നത് ലൂയി 16 സമയത്തിലുമാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കോ. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഇവിടെ നിന്നും അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കിയും ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. എന്തായാലും ഇതിന്റെ ബാക്കിയും കൂടെ പറഞ്ഞു തരാം. ഒറ്റയടിക്ക് മൊത്തം വേണ്ട, നമുക്ക് ഇങ്ങനെ ലെവലപ്പ് ആകാം. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി, കേരളത്തിലെ മന്ത്രിമാർ ഒത്തിരി ഉണ്ട്. ഞാനാണെങ്കിൽ പേഴ്സണലി കാണാതെ പഠിക്കത്തില്ല, നിങ്ങളും പഠിക്കേണ്ട കാണാതെ. ഞാനത് പറയാം. എന്താന്ന് വെച്ചാൽ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാവേ. കുറെയൊക്കെ കൊള്ളും, കുറെയൊക്കെ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ബൈഹാർട്ട് ചെയ്യുന്നതിനോട് ഞാൻ എതിരെ ഈ കാര്യത്തിൽ. കാരണം ഇതിപ്പോ മാറിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒക്കെ ഓരോന്ന് നമ്മൾ എങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വയ്ക്കും? എന്തുമാത്രം കാര്യങ്ങളുണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. ശരി, ഈ റവന്യൂ വകുപ്പിനെ ഞാൻ ഓർത്തു വെക്കുന്നത്, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു നല്ലപോലെ റവന്യൂ ഉണ്ട്, രാജാവാണ്. റവന്യൂ ഉണ്ടെങ്കിൽ അല്ലെ, ലാൻഡ് റവന്യൂ. ഓക്കെ, ലാൻഡ് റവന്യൂ രാജനാണ്. കുറെ ലാൻഡ് ഉണ്ടെങ്കിൽ ഇപ്പൊ രാജാവ് തന്നെയാണ്, രാജനാണ്, രാജാവാണെന്ന് ചുമ്മാ ഓർത്തു വെക്കണം. ഓക്കെ, അപ്പൊ ഇത് കിട്ടും. ശരി, അതേപോലെ കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടിയുടെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? കൃഷ്ണൻകുട്ടി, ഈ കൃഷ്ണൻകുട്ടിയുടെ വൈദ്യുതി കറണ്ട് പോകുമ്പോഴേ, ഇലക്ട്രിസിറ്റി കറണ്ട് പോകുമ്പോ എന്റെ കൃഷ്ണ കറണ്ട് പോയി എന്ന് പറയത്തില്ല നമ്മള്. ഇല്ല, എന്റെ ദൈവമേ കറണ്ട് പോയി, എന്റെ കൃഷ്ണ കറണ്ട് പോയി. അങ്ങനെ ഈ വൈദ്യുതി ഇത് ഓർത്ത് വെച്ചോടെ. കൃഷ്ണൻ വൈദ്യുതി വെച്ച് ഓർത്ത് വെക്കാൻ പറ്റും. എന്റെ കൃഷ്ണ കറണ്ട് പോയി എന്ന് ഓർത്താൽ മതി. ഇത് പിന്നെ നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ഇനി അതേപോലെ ബിന്ദു. ഓക്കെ, പ്രൊഫസർ ആർ ബിന്ദു ഉണ്ട്. ബിന്ദുവിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ ഇമോഷണലി സ്ട്രൈക്ക് ആവും. ബന്ധുക്കൾ വന്നിട്ട് ചോദിക്കും ഉന്നത വിദ്യാഭ്യാസം എന്തായി എന്നുള്ളത് അല്ലെ. ഹയർ എഡ്യൂക്കേഷൻ ബിന്ദുവാണ്. ഉന്നത വിദ്യാഭ്യാസം എന്തായി? ബന്ധുക്കളെ വന്ന് ചോദിക്കും. ബന്ധുക്കൾ വന്ന് ചോദിക്കും ഉന്നത വിദ്യാഭ്യാസം എന്തായെന്ന്. അപ്പോ സാധാരണ ഒരു വിദ്യാഭ്യാസം നമുക്ക് വേണ്ടായോ? അതായത് നമ്മുടെ പൊതുവിദ്യാഭ്യാസം. അത് ശിവൻകുട്ടിയാണ്. ഓക്കെ, ശിവൻകുട്ടി. കുട്ടിക്ക് എന്ത് വേണം? വിദ്യാഭ്യാസം വേണം, പൊതുവിദ്യാഭ്യാസം. ഓക്കെ, അപ്പൊ കുട്ടിക്ക് വിദ്യാഭ്യാസം വേണം. ബന്ധുക്കൾ വന്നാൽ ഉന്നത വിദ്യാഭ്യാസം എന്തായെന്നേ ചോദിക്കത്തുള്ളൂ. ഇത് ഓക്കെ അല്ലേ? ഇത് ഇത്രയും കിട്ടും. ഇനി അതേപോലെ റോഷി അഗസ്റ്റിൻ്റെത് നമ്മൾ ഇതേപോലെ കണക്ട് ചെയ്തതാ. റോഷി അഗസ്റ്റിൻ്റെത് ആഞ്ഞുപോയി. ജലവിഭവമാണ്. ഓക്കെ, റോഷി അഗസ്റ്റിൻ ആണെങ്കിൽ ജലവിഭവമാണ്. ഇത് ഓർത്ത് വെച്ചോളം, ചോദിച്ചിട്ടുണ്ട്. അതേപോലെ വേറെ നമ്പർ ആയിട്ടെ അബ്ദുറഹ്മാൻ. ഈ റഹ്മാനെ നമ്മൾ എന്ത് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? റൺമാൻ എന്ന് പറഞ്ഞു. ഇത് അതേപോലെ എക്സാമിന് വന്നു നിങ്ങൾക്ക് കിട്ടി. ഒത്തിരി പേര് അത് കമന്റ് ഇട്ടായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതില്. അത് നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ ആണ്. അബ്ദുറഹ്മാനെ റൺമാൻ ആക്കുക. റൺമാൻ എന്നാക്കിയാൽ മതി. റൺ എന്തുമായിട്ടാണ് വരുന്നത്? സ്പോർട്സ്. ഓക്കെ,
അബ്ദുറഹ്മാൻ ആണെങ്കിൽ സ്പോർട്സ്, റൺ മാൻ ആണെങ്കിൽ സ്പോർട്സ്. അതേപോലെ ഇപ്പൊ വിവാദമായിട്ടും ന്യൂസ് ആയിട്ടും ഒത്തിരി കാര്യം വഖഫിന്റെ പോകുന്നുണ്ട്. വഖഫ് ആൻഡ് ഹജ്ജും സ്പോർട്സും ഒക്കെ ഈ അബ്ദുറഹ്മാൻ ആണെന്ന് ഓർത്ത് വെച്ചോണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അതേപോലെ നമ്മുടെ സ്പീക്കറാണ് ഷംസീറും, പിന്നെ അതേപോലെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാറും. ഇവിടെ ഇത്രയും മതി. അടുത്ത ക്ലാസ് ഇതിന്റെ ഡെപ്തിൽ പിന്നെയും പഠിക്കാം. അപ്പം പ്രസ്താവന 1, 2 ഇതിന്റെ ഡിഫിക്കൽറ്റി 4 ഔട്ട് ഓഫ് 5. എക്സാമിന് പോയിരിക്കുമ്പം പഠിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരും തകർക്കും. എന്നിട്ട് ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ മനസ്സിലൊരു ഇടിവ് വരും. അതുകൊണ്ട് ഇതിന് ഡിഫിക്കൽറ്റി കൂട്ടിയിട്ടുള്ളതാണ്. എപ്പോഴും ഓർത്തോണേ. സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. എന്തെന്നറിയാം, സമമർദ്ദ രേഖകൾ ഒന്നിനൊന്ന് അകന്ന് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ മർദ്ദച്ചെരിവ് കുറവായിരിക്കും എന്ന് ഓർത്ത് വെച്ചോളൂ. മർദ്ദച്ചെരിവ് കുറവാണ്. അതുകൊണ്ട് ഇതൊന്ന് തെറ്റാണ്. ഓക്കെ, ഇത് ഇവിടെ നിന്ന് പഠിച്ചോ, മർദ്ദച്ചെരിവ് കുറവാണ്. അതൊന്ന് കിട്ടിയല്ലോ. ഇനി ഭൂമധ്യരേഖ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക്, ഇത് നമ്മുടെ എർത്ത് ആണെന്ന് വിചാരിച്ചേ, പെർഫെക്റ്റ് സർക്കിൾ വന്നില്ല. ഇതാണ് നടുക്കൂടെ പോകുന്ന ഇക്വേറ്റർ കണ്ടോ, ഇതാണ് ഭൂമധ്യരേഖ പ്രദേശം. ഇവിടെ നിന്നും പോള്, ഇത് കണ്ടോ, ധ്രുവ പ്രദേശങ്ങൾ ഇതാ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും തോറും, അതായത് ഭൂമധ്യരേഖയിൽ നിന്നും ഇക്വേറ്ററിലേക്ക് പോകും തോറും കുറഞ്ഞു വരുന്ന ഒരു സംഭവമാണ് കോറിയോലിസ് ബലം. കോറിയോലിസ് ബലം എന്താ അറിയാം, ഒരു ബോൾ നമ്മൾ കറക്കി വിടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭൂമികൾ കറങ്ങുമല്ലേ, ഈ കറങ്ങുന്ന ഒരു ഫോഴ്സില് വരുന്ന മാറ്റങ്ങളിൽ വിൻഡിനൊക്കെ ആണെങ്കിലും കാറ്റിന്റെ ദിശയ്ക്ക് മാറ്റം വരും, മേഘങ്ങൾക്ക് മൂവ്മെന്റ് വരും. അതാണ് കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. അങ്ങനെ ഇങ്ങനെ കറങ്ങുന്ന ഈ ഒരു എഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്നതാണ് കോറിയോലിസ് ബലം. SCRT-നുള്ളത് ഇമ്പോർട്ടന്റ്. അപ്പം ഈ കോറിയോലിസ് ബലം പോളിലാണ് കൂടുതൽ, അതായത് ധ്രുവ പ്രദേശങ്ങളിലാണ് കൂടുതൽ. അതുകൊണ്ട് പോൾ പ്രദേശത്തിലേക്ക്, ധ്രുവ പ്രദേശത്തിലേക്ക് പോകുന്തോറും കൂടിക്കൂടി വരും. ഇതൊക്കെ അല്ലേ? അപ്പം രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പ്രസ്താവന 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. സമമർദ്ദ രേഖകൾ ഒന്നിനൊന്ന് അകന്ന് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ മർദ്ദച്ചെരിവ് കുറയും. സമമർദ്ദ രേഖകൾ അടുത്തടുത്തായി കാണപ്പെടുകയാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടും. ഓക്കെ, ഇത് മറക്കരുത്. ഒന്നുകൂടെ ബാക്ക് അടിച്ച് കേട്ട് പഠിക്കണം. ഓക്കെ, കോറിയോലിസ് ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ധ്രുവങ്ങളില്ല. ടെക്സ്റ്റിൽ അതേപോലത്തെ വരികളാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? മതി, ഇവിടെ അത്രയും മതി. ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാം, വേൾഡ് ജോഗ്രഫി പറയാം. ബേസിക് ജോഗ്രഫിയാണ് വേൾഡ് ജോഗ്രഫി. അവിടെ വിൻഡ്, അതേപോലെ നമ്മുടെ ട്രോപ്പിക്കൽ എന്താ പറയാ, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ഡിവിഷൻ, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്, ഡോൾട്രം, ഇതൊക്കെ വരത്തില്ലേ? ഇത് കേട്ട് ഞെട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതും പറഞ്ഞുതരാം. ഇപ്പൊ ഇതൊന്നും പഠിച്ച് ഒന്ന് ഇൻട്രൊഡക്ഷൻ ആക്കി വെച്ചോ. അടുത്ത, കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഒന്ന് ഓർത്ത് വെച്ചോണം. ഉയർന്ന ജനസാന്ദ്രത കൂടുതലാണെങ്കിലും മൺസൂൺ ക്ലൈമറ്റ് ഉള്ള പ്രദേശങ്ങളിലൊക്കെ ലിമിറ്റഡ് സ്പേസിൽ ജനസാന്ദ്രത കൂടിയിടത്ത് ചെയ്തു വരുന്ന ഒരു കൃഷി രീതിയാണ് ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, തീവ്ര ഉപജീവന കൃഷി എന്ന് പറയും. അതിന്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ റൈസ്, വേറെന്തൊക്കെ പറയാം, വീറ്റ്, കോണ്, എക്സെട്ര. ഒക്കെ, അതായത് ചുരുങ്ങിയ സ്ഥലങ്ങളേ ഉള്ളൂ, എന്നാൽ പോപ്പുലേഷൻ ഇത് കൂടുതലുമാണെങ്കിൽ ചെയ്തു വരുന്ന കാർഷിക രീതിയാണ് ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, തീവ്ര ഉപജീവന കൃഷി എന്ന് പറയുന്നത്. കേരളത്തിൽ കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നു. അതേപോലെ മാറ്റകൃഷി ഉണ്ടല്ലോ, മാറ്റകൃഷിയുടെ നമുക്ക് പഠിക്കാം. കാടുകൾ വെട്ടിത്തെളിച്ചിട്ട് അവിടെ കൃഷി ചെയ്യും. എന്നിട്ട് ആ മണ്ണിന്റെ ഫെർട്ടിലിറ്റി പോകുമ്പോൾ അടുത്തടത്തേക്ക് പോയി കാട് വെട്ടിത്തെളിച്ചിട്ട് ഒന്നുകൂടെ കൃഷി ചെയ്യും. ഇതാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, മാറ്റകൃഷി എന്ന് പറയും അല്ലെ. പൂനം കൃഷി എന്ന് പറയുന്നത് അട്ടപ്പാടിയിലുണ്ട്. അട്ടപ്പാടി ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ നിലനിന്ന് വരുന്ന കൃഷി രീതിയാണ് ഈ പൂനം കൃഷി, അല്ലെങ്കിൽ മാറ്റകൃഷി, അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. മറക്കരുത്. ഇനി പ്രാചീന ഉപജീവന കൃഷി ഉണ്ടല്ലോ, പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, ഇത് എവിടെയാ വരുന്നതെന്ന് അറിയാമോ? ആഫ്രിക്ക, ഈ പ്രദേശങ്ങളിലൊക്കെ കണ്ടുവരുന്നതാണ് പ്രാചീന ഉപജീവന കൃഷി. ഈ ഒരു ക്വസ്റ്റിന്റെ ഡിഫിക്കൽറ്റി ഞാൻ 4 ഔട്ട് ഓഫ് 5 പറയും. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ആണ്, കാരണം കോമൺ ആയിട്ട് കണ്ടിട്ടില്ല. അത് മാത്രമല്ല, ഇത് എന്തൊരു ടേംസ് ആയത് എന്താ, പക്ഷെ ഈ ഒരു ആശയം പിടികിട്ടിയോ? നിങ്ങൾക്ക് ഇനി ഇത് ഒരിക്കലും പോകത്തില്ല. ഇത് 3 നിങ്ങൾ ഇവിടുന്ന് പഠിച്ചു കേട്ടോ. ഇനി സപ്പോസ് ഇത് എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല, ടോപ്പ് റാങ്ക് അടിച്ച് റാങ്ക് 1 അടിച്ച ആൾക്കും ഇത് നിങ്ങളുടെ അതേ ഡിഫിക്കൽറ്റി ആണ്. മാറ്റം വരുന്നത് എവിടെയാണെന്നറിയുമോ? നമ്മൾ സ്ഥിരം പഠിച്ചു വന്ന ക്വസ്റ്റ്യൻസ് തറമാക്കിക്കൊണ്ട് ഡെപ്തിൽ പറയുന്ന പല ടോപ്പിക്സുകളുടെയും ഇൻഡെപ്ത് പോയി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ പോകുമ്പോഴേ വ്യത്യാസം വരുന്നത്. അതിനുപരി എലിമിനേഷൻ മെത്തേഡ്, ആ സമയത്ത് ടൈം മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ്, ഇതൊക്കെ നമ്മൾ ഇപ്പൊ ചെയ്തു പോകുന്നത്. GK മാത്രമല്ലല്ലോ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്, ആണോ? ഓക്കെ, അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഒത്തിരി കമന്റ്സിൽ എന്തൊക്കെ പറയണം, നിങ്ങൾ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതുമായിട്ട് പോവാം. ഓക്കെ, ശരി. നിങ്ങളുടെ ആ പ്രശ്നം കൊണ്ട് ഞാനങ്ങ് പോകും. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഡിഫിക്കൽറ്റി 4 ഔട്ട് ഓഫ് 5. ആദ്യമേ അങ്ങ് പറയുക. ഓക്കെ, കാരണം മഹാസമുദ്രം കണ്ടിട്ടില്ല, വേൾഡ് ജോഗ്രഫിയിലോട്ട് പോകുന്നു. ശരി. മൺസൂൺ സീസൺ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറ് തീര സമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമായ ടെക്സ്റ്റിൽ അതേപോലെ ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ 2-3 കാര്യങ്ങൾ പറയാം, ഇപ്പൊ പഠിച്ചോ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസൺ രൂപം കൊള്ളുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസൺ രൂപം കൊള്ളുന്നു. അതാണ് മാസ് സ്ക്രീൻ ഹൈ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസൺ രൂപം കൊള്ളുന്ന
ഉച്ചമർദ്ദ മേഖല ഏതാന്ന് ചോദിച്ചാൽ അതാണ് മാസ്ക്രീൻ ഹൈ. ഇന്ത്യൻ മഹാസമുദ്രം, ഇന്ത്യൻ ഓഷ്യനിൽ മൺസൂൺ സീസൺ രൂപം കൊള്ളുന്നു. മൺസൂൺ സീസൺ രൂപം കൊള്ളുന്നത് ഏത് പ്രഷർ ബെൽറ്റിലാണ്, ഏത് ഉച്ചമർദ്ദ മേഖലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ്ക്രീൻ ഹൈ ആണ്. ഓക്കെ, ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലം, ഈസ്റ്റ് വെസ്റ്റ് അല്ലെ, വെസ്റ്റ് കോസ്റ്റൽ ഏരിയയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്ന ഏത് പ്രഷർ ബെൽറ്റ് കാരണം ഏതാ? അതും മാസ്ക്രീൻ ഹൈ. ഇത് ആക്ച്വലി 2 ചോദ്യവ നിങ്ങൾക്ക് ഇത് വരും, പഠിച്ചോണം. ഡിഫിക്കൽട്ടി കൂടുതലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസൺ രൂപം കൊള്ളുന്ന മാസ്ക്രീൻ ഹൈ. ഓക്കെ, അതേപോലെ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നത് ആ ഏത് ഉച്ചമർദ്ദ മേഖല? മാസ്ക്രീൻ ഹൈ ആണ്. ഓക്കെ, എന്നാൽ നമ്മുടെ ഈ മൺസൂൺ ക്ലൈമറ്റ് ഇല്ലേ, ഈ മൺസൂൺ ക്ലൈമറ്റിന്റെ രൂപീകരണത്തിലും വിതരണത്തിലും മെയിൻ ആയിട്ട് ഓക്കെ ഇത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി, ഈ മൺസൂൺ ക്ലൈമറ്റ് സ്പ്രെഡ് ചെയ്യാനും ഫോം ചെയ്യാനും സഹായിക്കുന്നതാണ് സൊമാലി ജെറ്റ് സ്ട്രീംസ്. എന്നാൽ ഇത് ഫോം ചെയ്യുന്ന ഉച്ചമർദ്ദ മേഖല ഏതാന്ന് ചോദിച്ചാലാണ് മാസ്ക്രീൻ ഹൈ. ഉച്ചമർദ്ദ മേഖല മാസ്ക്രീൻ ഹൈയും ഈ മൺസൂൺ ക്ലൈമറ്റ് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യാനും സഹായിക്കുന്നതാണ് സൊമാലി ജെറ്റ് എന്നുള്ളത് ഓർത്തോണം. കേട്ടിട്ടില്ലല്ലോ, നമ്മളത് ഇവിടെ നിന്ന് പഠിക്കുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് പറയട്ടെ, ഇവിടെ നിന്ന് അടുത്ത തവണ ചോദിച്ചിട്ടുള്ളതും നിങ്ങൾക്ക് ചോദിക്കാം. ശൈത്യകാലത്തെ വിന്റർ, ഓക്കെ, ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന മിതോഷ്ണ ചക്രവാതം ഏതാന്ന് പറയാം? പശ്ചിമ അസ്വസ്ഥത, വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയും അല്ലെ, വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയും. അപ്പം ഏത് കാലത്താ? ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്നതാണ് പശ്ചിമ അസ്വസ്ഥത. റിപ്പീറ്റഡ് ചോദ്യം, ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്നതാണ് പശ്ചിമ അസ്വസ്ഥത അല്ലെ. ഈ പശ്ചിമ അസ്വസ്ഥത അറിയപ്പെടുന്ന വേറൊരു പേരുണ്ട് നമ്മുടെ ഈ റീജിയനിൽ, പല ലോക്കൽ റീജിയൻസിലും ലൊക്കാലിറ്റിയിലൊക്കെ ഈ പശ്ചിമ അസ്വസ്ഥത അറിയപ്പെടുന്ന മഹാവത്ത് എന്നാണ്. ഓക്കെ, മഹാവത്ത് എന്നാണ് ഓർത്തോണം. അപ്പൊ വിന്റർ സമയത്ത് മെഡിറ്ററേനിയൻ സീസണിൽ രൂപം കൊള്ളുന്ന ചക്രവാതമാണ് പശ്ചിമ അസ്വസ്ഥത. നാക്കുളക്കുക, അസ്വസ്ഥത മഹാവത്ത് എന്നും അറിയപ്പെടും. ഇത്രയും പഠിച്ചോ, ഇമ്പോർട്ടന്റ്. അതിന്റെ കൂട്ടത്തിൽ നമ്മളിപ്പോ പറഞ്ഞതുകൂടെ റിവൈസ് ചെയ്തല്ലോ. ശരി, അതേപോലെ ഈ ഒരു ചോദ്യമേ ഓർത്തു. ശൈത്യകാലം എന്ന് കേൾക്കുമ്പോഴേ മെഡിറ്ററേനിയൻ കടലും പശ്ചിമ അസ്വസ്ഥതയും ഓർത്തോണം. അപ്പം നമ്മൾ പറയാൻ വന്ന ചോദ്യം ഇതാ, ശൈത്യകാലത്ത് പഞ്ചാബില് മഴ ലഭിക്കുന്നതിന് കാരണം എന്താ? ശൈത്യകാലത്ത് പഞ്ചാബില് മഴ ലഭിക്കുന്നു. ശൈത്യകാലം നമ്മൾ കണക്ട് ചെയ്ത് വെച്ചത് പശ്ചിമ അസ്വസ്ഥതയാണ്, മെഡിറ്ററേനിയൻ കടലുമാണ്. അപ്പൊ അത് പശ്ചിമ അസ്വസ്ഥതയാണ് പഞ്ചാബിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത്. ഇത് ഓർത്തു വെക്കാൻ പറ്റുമോ? പറ്റണം, സംഭവം സിമ്പിൾ ആണ്. ഇപ്പൊ ഇത്രയും സാധനങ്ങൾ കിട്ടിയില്ലേ? ശരി, നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏതാണ്? നോക്കട്ടെ, പറയാം. ഇവിടെ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇതില് പശ്ചിമഘട്ടമാണ് അല്ലെ. പശ്ചിമഘട്ടം. ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിച്ചോണം, ഇത് എക്സാമിന് യൂസ്ഫുൾ ആവേ. അപ്പം ഉപദ്വീപീയ ഇന്ത്യൻ നദികൾ കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ ഈസ്റ്റ്. ഓക്കെ, ഈ ഈസ്റ്റിലോട്ട് ഒഴുകുന്ന നദികളില്ലേ, ഇതെന്ന് പറയുന്നത് സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ അത് മണ്ണും കല്ലും ഒക്കെ കൊണ്ട് ഒഴുകി പതിയെ പരന്ന സ്ഥലമായതുകൊണ്ട് പതിയെയാണ് പോകുന്നത്. ഓക്കെ, പതിയെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ തന്നെ ഫോം ചെയ്യുന്നതാണ് ഡെൽറ്റകൾ. ഓക്കെ അല്ലേ? അപ്പൊ ഈസ്റ്റേൺ കോസ്റ്റൽ ഏരിയാസിലാണ് ഡെൽറ്റകൾ വരുന്നത്, കാരണം കിഴക്കോട്ട് ഒഴുകുകയാണ്. എന്നാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളില്ലേ, അത് ഉയർന്ന പ്രദേശത്ത് നിന്നാണ്, അവിടെ ഗ്രേഡിയന്റ് കൂടുതലാണ്. അതായത് ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. കേരളത്തിന്റെ നമ്മളൊരു 2D പിക്ചർ നോക്കുവാണെങ്കിൽ കേരളത്തിന്റെ ബേസ് ഗ്രൗണ്ട് ഇത്, ഈ ഒരു പ്രദേശം കൊണ്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്, ഇത് പടിഞ്ഞാറൻ തീരസമതലമാണെന്ന് വെച്ചോ. ഇനി അത് കഴിഞ്ഞത് ഇങ്ങനെ പോകുന്നല്ലേ, ഇത് കിഴക്കൻ തീരസമതലമാണെന്ന് വെച്ചോ. ഈ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഒക്കെ ഇല്ലേ, ഇവിടെ വരുമ്പോൾ പരന്ന് കിടക്കുക, അതുകൊണ്ട് സ്ലോ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് മണ്ണും കല്ലും ഒക്കെ കൊണ്ടുപോയി അവിടെ ഇടാൻ പറ്റും. അങ്ങനെ ഡെൽറ്റകൾ ഫോം ചെയ്യും. എന്നാൽ ഇത് കിഴക്കെന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, അറിയില്ലല്ലോ. ഇത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണെങ്കിൽ കുത്തനെ ഒഴുകുക, ആലോചിച്ച്. കാരണം അവിടെ ഹൈറ്റ് കൂടുതലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം, ഹൈറ്റ് കൂടുതലാണ്. പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യയുടെയും കേരളത്തിലൊക്കെ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് കുത്തനെ ഒഴുകും, ഫാസ്റ്റ് ആയിട്ട് ഒഴുകുന്നത് കൊണ്ട് അവിടെ ആഴം വരുന്നു, അഴികൾ ഫോം ചെയ്യുന്നു, കായൽ ഫോം ചെയ്യുന്നു, എസ്റ്റുറൈസ് ഫോം ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? ഇതാണ് ഇഷ്ടം പോലെ തവണ ചോദിച്ചിട്ടുള്ളത്. ഡെൽറ്റകൾ ഫോം ചെയ്യുന്നത് എവിടെ, എസ്റ്റുറൈസ് ഫോം ചെയ്യുന്നത് എവിടെ, അതിന്റെ കാരണം ഇതാണ്. കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയണം. ഇഷ്ടപ്പെട്ടോ ഇങ്ങനെ പറയുന്നതൊക്കെ? അതോ ഇതിലും സ്പീഡിൽ പോകണോ? അതും പറയണം, ഒന്നും പഠിക്കണ്ട. സ്പീഡ് കൂടുതലാന്ന് പറഞ്ഞതുകൊണ്ട് ഇത്രയും ഡെപ്തിൽ പതിയെ പോകുന്നത്. അപ്പോ
ശരി, അടുത്തിലോട്ട് പോവാം. താഴെ നിന്നിട്ടുള്ളതിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്ന്. ഇതിലൊന്നും തെറ്റായിട്ടുള്ളത് ഇല്ല. കാരണം ഫോൾഡിങ്, ഓക്കെ, ഫോൾഡിങ് കാരണം രൂപപ്പെട്ട മടക്ക് പർവ്വത നിരയാണ് ഈ ഹിമാലയം. ഓക്കെ, എന്തൊക്കെ എടുത്ത് കാണിക്കാം. രണ്ട് കൈകളുടെ ഇങ്ങനെ വരുന്നു. അപ്പൊ രണ്ട് ഫലകങ്ങൾ നമ്മുടെ കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഭൂമിയുടെ മുകളിലുള്ള കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ട്, ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട്. അതിൽ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണ് നമ്മുടെ ഈ കരകളൊക്കെ, നമ്മൾ കോണ്ടിനെന്റൽ ക്രസ്റ്റിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അത് രണ്ടെണ്ണം കൂട്ടിയിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാം. ഒന്നെങ്കിൽ അത് രണ്ടും കൂടെ ഉയർന്ന് മുകളിലോട്ട് പോകും. അതാണ് ഫോൾഡഡ് മൗണ്ടൻ, ഫോൾഡിങ് ചെയ്തുണ്ടായത്. ഹിമാലയമാണ് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 5-10 വർഷത്തിനിടയ്ക്ക് അല്ല, 150 മില്യൺ ഇയേഴ്സിന് മുന്നേ. അപ്പൊ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഹൈറ്റ് ഉള്ളതും ഹിമാലയമാണ്. അതേപോലത്തെ ഹിമാലയത്തിന്റെ ഉദാഹരണങ്ങളാണ് മറ്റേ റോക്കി, ഫോൺ, പിന്നെ ഇതൊക്കെ ആൽപ്സ് പർവ്വതം ഒക്കെ ഫോൾഡഡ് മൗണ്ടന്റെ എക്സാമ്പിളാ. PSC അത് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഫോൾഡഡ് ഇങ്ങനെ നടക്കുമ്പോൾ രണ്ട് ഫലകങ്ങളല്ലേ കൂട്ടിയിടിക്കുന്നത്, അതിലെ ഒരെണ്ണം ചിലപ്പോൾ താഴേക്ക് പോകും. അതിന്റെ പേരാണ് സബ്ഡക്ഷൻ. 2022 ഡിഗ്രി പ്രിലിംസ് ചോദിച്ച ചോദ്യം അത്. എന്താണ് സബ്ഡക്ഷൻ? അല്ലെങ്കിൽ രണ്ട് ഫലകങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ വെയിറ്റ് കൂടിയത് താഴേക്ക് പോകുന്നു, സബ്ഡക്ഷന് വിധേയമാകുന്നു എന്ന് പറയും. ഓക്കെ ആണല്ലോ, 2022 ഡിഗ്രി പ്രിലിംസ് ചോദ്യം. അപ്പൊ സബ്ഡക്ഷൻ ഈ കൂട്ടിമുട്ടുന്ന സമയത്ത് നടക്കും. എന്നാൽ രണ്ടും കൂടെ ഒരുമിച്ച് അപ്ലിഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഹിമാലയം ഫോം ചെയ്ത പോലെ ഫോൾഡഡ് മൗണ്ടൻ ഉണ്ടാവും. അങ്ങനെ കൂട്ടിമുട്ടി ഉണ്ടായതാണ് ഹിമാലയം. അതുകൊണ്ട് ഹിമാലയത്തിലുള്ള സോയിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ റോക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെഡിമെന്ററി റോക്കാണ്. ഓക്കെ, സെഡിമെന്ററി റോക്കാണ്. ഇവിടെ ഏതായിരുന്നു സമുദ്രമാണ് അപ്രത്യക്ഷമായതെന്നറിയാമോ? തെറ്റിസ് സമുദ്രമാണ്. തെറ്റിസ് സമുദ്രം അപ്രത്യക്ഷമായി. കാരണം രണ്ട് ഫലകങ്ങൾ കൂട്ടിയിടിച്ച് ഉയർന്നില്ലേ, അപ്പോഴേ അത് അപ്രത്യക്ഷമായി പോയി, സ്പ്രെഡ് ആയി പോയി എന്ന് ഓർത്താൽ മതി. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കിട്ടത്തില്ലേ, ഓർത്ത് വെച്ചിട്ടുണ്ട്. തെറ്റിസ് സമുദ്രമാണ് അപ്രതീക്ഷിതമായിട്ടുള്ളത്. അതേപോലെ മടക്ക് പർവ്വതത്തിന്റെ എക്സാമ്പിൾ ആണ് ഹിമാലയം, റോക്കീസ്, ആൻഡീസ്, ആൽപ്സ്. ഒക്കെ ആൽപ്സ് പർവ്വതം ഫോൻകാറ്റ്, റോക്കി ചിനൂക്ക്, ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതും PSC ചോദ്യങ്ങളാ. ഓക്കെ, ഇത്തരം സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഹിമാലയം ഓക്കെ ആയാലോ. അതേപോലെ അവശിഷ്ട പർവ്വതമാണ്, റെസിഡ്യുവൽ മൗണ്ടൻ ആണ് ആരവല്ലി റേഞ്ച്. സർവേ ഓഫ് ഇന്ത്യയുടെ ഇത് നോക്കിക്കേ, ഭൗമ ചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം. ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അതുപോലെ പഠിച്ചു വെച്ചു. റെയർ ചോദ്യം, കാരണം 4 out of 5 റിപ്പീറ്റഡ് അല്ല, പുത്തനായിട്ട് കയറി വന്നു, കരണ്ട് ആകാം. അപ്പം CS മീനാക്ഷി. അപ്പോഴേ നിങ്ങളൊക്കെ കാത്തിരുന്ന പോലെ നിങ്ങൾക്ക് സന്തോഷ വാർത്ത ആക്ച്വലി. കാരണം നമ്മുടെ ഈ ഫെബ്രുവരി 17 നടക്കുമ്പോൾ, ഫെബ്രുവരി 17 മുതലുള്ള ദിവസങ്ങളിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് കണ്ടന്റ് എങ്ങനെയാണ് പഠിപ്പിക്കുന്നുള്ള ഫുൾ ഡെപ്ത് കണ്ടന്റുകളായിട്ട് ക്ലാസ്സസ് കിട്ടും. ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, എക്കണോമിക്സ്, സയൻസ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, എല്ലാത്തിലെയും ക്ലാസ്സസ് നിങ്ങൾക്ക് അപ്പം മുതൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ നിന്ന് ഇറങ്ങേണ്ട വരത്തില്ല. അത്രയും ദിവസങ്ങളിൽ ഫുൾ ലെങ്ത് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നല്ല ആഴത്തിൽ എങ്ങനെ ഓരോ ടോപ്പിക്ക് പഠിക്കുന്ന അറിയാൻ പറ്റും. അപ്പം ഓർത്ത് വെച്ചോ, ഫെബ്രുവരി 17. ഓക്കെ, ഇതൊരു സന്തോഷ വാർത്തയല്ലേ, ഫുൾ ഫ്രീ കണ്ടന്റ്സ് ആണ്. അതില് സെക്രട്ടേറിയറ്റ്, OAM, അസിസ്റ്റന്റ് സെയിൽസ്മാനോ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും ഡിഗ്രി പ്രിലിംസും ഡിഗ്രിക്ക് പഠിക്കുന്ന ലെവലിൽ പഠിപ്പിച്ചാലേ നമുക്ക് 10th മെയിൻസ് എഴുതാൻ പറ്റൂ. അതിലൊരു മാറ്റവും ഇല്ല, ആരെന്ത് പറഞ്ഞാലും. ടോപ്പിക്സിൽ വ്യത്യാസം കാണും. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു മാറ്റം കാണും ഡിഗ്രി പ്രിലിംസിൽ. ഓക്കെ, അല്ലാത്ത പക്ഷം ക്വസ്റ്റ്യൻ നിലവാരമൊക്കെ ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പം എത്തിയിരിക്കണം, ഡിഗ്രിക്കാരെ എത്തിയിരിക്കണം. ഇതിൽ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ. പിന്നെ നമ്മളെ 10th ലെവലിന്റെ ക്ലാസ് പോകുന്നുണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട്. 90 ദിവസം കൊണ്ട് ഈ ടൈം ടേബിൾ തീർത്ത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് OAM അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബാച്ച് ഉള്ളത്. ഇവിടെ ഇഷ്ടംപോലെ ടെസ്റ്റ് സീരീസ് ഉണ്ട്, ഇഷ്ടംപോലെ മോക്ക് എക്സാമുകളുണ്ട്, അതിൽ റാങ്കുകളൊക്കെ കാണാം. ലൈവ് ക്ലാസ്സസ് ആണുള്ളത്. 90% ആൾക്കാർക്ക് റെക്കോർഡാ വേണ്ടത്. കാരണം തിരക്കായിരിക്കും, ജോലി ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ ജോലി എക്സെട്ര കാര്യങ്ങളുള്ളതുകൊണ്ട് റെക്കോർഡഡ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് അത് കിട്ടും. ലൈവ് ടൈമിൽ വരാമെങ്കിൽ ലൈവ് ആയിട്ടും കിട്ടും. ഇനി ഈ ബാച്ച് എടുത്തിട്ട് നിങ്ങൾക്ക് സെലക്ടഡ് സബ്ജക്ട് മതിയെങ്കിൽ തന്നെ PDF ഡൗൺലോഡ് ചെയ്യാം. സെലക്ട് ചെയ്ത സബ്ജക്ട്സ് മാത്രം റെക്കോർഡായിട്ട് കാണാൻ പറ്റും. എല്ലാ ടോപ്പ് എൻഡ് സംഭവങ്ങളും ഉണ്ടായിരിക്കും. ഈ ബാച്ചിന്റെ പ്രൈസ് 999 കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂപ്പൺ കോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ലിങ്ക് ഉണ്ടാവും. ഇപ്പൊ കൂപ്പൺ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാം. ഇത് കൊടുത്താൽ ഈ ഡിസ്കൗണ്ട് ഓഫർ കിട്ടും കേട്ടോ. അതേപോലെ എല്ലാവർക്കും കോഡുകളുണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏതായാലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് 999 കിട്ടും. അതേപോലെ സ്കോളർഷിപ്പ് എക്സാമുകൾ അറ്റൻഡ് ചെയ്യണം. ഡിഗ്രി ലെവലിന് വേണ്ടിയുള്ള 1999 രൂപയാണ്. ഇതും ലൈവ് എക്സാമുകളാണ്, ലൈവ് ക്ലാസ്സുകളാണ്, മോക്ക് സീരീസ് ഉണ്ട്, പോളും എല്ലാം. ഇതേപോലെ ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പം അതിന് നിങ്ങൾ നോക്കുന്നവരുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇനി താമസിക്കരുത്. 3 മാസത്തേക്ക് 3.5 മാസം കൊണ്ട് തീർത്തിട്ട് ലാസ്റ്റ് ഒരു 30 ദിവസം ഫുള്ള് റിവൈസ് ചെയ്യാനാണ്. ഫുള്ള് റിവിഷൻ ആണ് ഉദ്ദേശം. കാരണം റാങ്ക് ആണ് മെയിൻ. റാങ്ക് ആക്കി എടുക്കണം. ലിസ്റ്റിൽ വരുത്താൻ പറ്റും, ഓക്കെ, റാങ്ക് എടുക്കണം. കാരണം ഇതോടുകൂടി പഠിത്തം നിൽക്കണം. പഠിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി നിന്നിട്ട് ജോലിക്ക് കയറണം നമുക്ക് കേട്ടോ. അപ്പം അത് ഒത്തിരി ദൂരെയൊന്നുമല്ല, നിങ്ങൾക്ക് വാങ്ങിക്കാം. അതേപോലെ GK മാത്രം മതി എന്നുള്ളവർക്ക് 999. അതായത് ഇത്രയും സബ്ജക്ട്സുകൾ ഉണ്ടാവും, GK മാത്രം.
ഇനി അത് പോട്ട് GK ഒക്കെ അറിയാമെങ്കിൽ കറണ്ട് അഫയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ 399 അതുകൊണ്ട്. ഓക്കെ, സെപ്പറേറ്റ് വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് ആണ്. അതേപോലെ മലയാളം മാത്രം മതി, ബാക്കി സബ്ജക്ട്സ് അറിയാന്നുണ്ടെങ്കിൽ 499 അതുകൊണ്ട്. അപ്പം ചൂസ് ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കണം കേട്ടോ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിട്ടുള്ള പ്രസ്താവന ശരിയായിട്ടുള്ളത് ഏത്? ഹരിത വിപ്ലവത്തിന്റെ ലോകത്ത് ചോദിച്ച എല്ലാ ചോദ്യം ഞാൻ പറഞ്ഞുതരാം, റെഡി ആയിക്കോ. MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നു. ശരിയാണ്. ഇവിടെ ആദ്യമേ ശരി ഏതെന്ന് ചോദിച്ചാൽ ടിക്കറ്റ് വെക്കണ്ടേ? ഓക്കെ, ഒന്ന് ശരി. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെടും, വീറ്റ് റെവല്യൂഷൻ എന്ന് അറിയപ്പെടും. സ്റ്റാമ്പ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഗ്രീൻ റെവല്യൂഷൻ, വീറ്റ് റെവല്യൂഷൻ എന്നുള്ളത്. ഹരിത വിപ്ലവം ധനിക കർഷകരെയും ദരിദ്ര കർഷകരെയും തമ്മിൽ വിടവ് വർദ്ധിപ്പിച്ചു. ഇത് ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക എന്തോ ഒരു വർത്താനം. ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ഒന്ന് കേൾക്കുമോ? അതിന് മുന്നേ ഇതൊന്ന് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, ഇത് ചിലപ്പോൾ ചാൻസ് ഉണ്ട് അല്ലെ. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തം നേടി, ഗ്രീൻ റെവല്യൂഷൻ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ 1, 2, 4 ഉള്ളത് ഞാൻ നോക്കും, കാണുന്നില്ല. അപ്പൊ എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ അതിനായിരിക്കും ചാൻസ്. ഇതാണ് ഓപ്ഷൻസിൽ നിന്ന് വെച്ച് നമ്മൾ കറക്കി കുത്തുന്ന സംഭവം. ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ഇതുകൂടെ അങ്ങ് ഇൻക്ലൂഡ് ആവും. ഇപ്പൊ 1, 2, 4 വന്നിരുന്നെങ്കിൽ കൺഫ്യൂഷൻ വന്നതിനെ, ഞാനിപ്പോ ചെയ്തിരുന്നത് എനിക്ക് തെറ്റിയതിനെ തന്നെ കൂട്ടിക്കും. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും പഠിക്കാം. ഈ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടും. അതൊക്കെ ആണല്ലോ, അത് ബേസ് കാര്യമാണ്. ഈ ഹരിത വിപ്ലവ ടൈമില്, ഗ്രീൻ റെവല്യൂഷൻ ടൈമില് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ലാൻഡ് ഉണ്ടായിരുന്ന ധനികരായിട്ടുള്ള കർഷകരുണ്ടായിരുന്നു. അവർക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി, കൂടുതൽ വിൽക്കാൻ പറ്റി, കൂടുതൽ കാശുകാരാകാൻ പറ്റി. അതേസമയം കുറച്ച് സ്ഥലമുള്ള കർഷകരുണ്ടായിരുന്നു, അവർക്കും ഈ ഫെസിലിറ്റീസ് എല്ലാം കിട്ടി. ആ കുറഞ്ഞ സ്ഥലം ഉള്ളെങ്കിൽ ആ സ്ഥലത്തിനനുസരിച്ചുള്ള വരുമാനമാണ് പറ്റിയിട്ടുള്ളൂ. അപ്പം ധനിക കർഷകരും അല്ലെങ്കിൽ ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് കൂടിയിട്ടില്ലേ? കൂടി. ഇതൊന്നും ഓർത്ത് വെക്കേണ്ട ഫാക്ടറാണ്. അതേപോലെ 2022 PSA ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻസിന്റെ അകത്ത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായിരുന്നു. ഓപ്ഷൻ എ ഇങ്ങനെ ആയിരുന്നു: ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ചില സംസ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു ഹരിത വിപ്ലവം നടത്തിയതെന്ന്. ശരിയാണോ? ആക്ച്വലി ഭയങ്കര കറക്റ്റ് ആണ്. കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ടാണ് ഹരിത വിപ്ലവത്തിന് വേണ്ടിയുള്ള സംഭവങ്ങൾ. അതായത് എന്താ, ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നു, ലോണുകൾ കൊടുക്കുന്നു, അതേപോലെ മെഷീൻ അവൈലബിലിറ്റി, ലോൺ, അങ്ങനെ ഇങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് കൊടുക്കും. പക്ഷെ അത് കുറച്ച് സംസ്ഥാനങ്ങളിലാണ് ആദ്യം ട്രൈ ചെയ്തെന്നുള്ളതാണ് ശരി. അതും ശരിയാണ്. ഓക്കെ അല്ലേ? പിന്നെ എന്തൊക്കെ പ്രധാനമായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നോർത്തോ, ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ. റിപ്പീറ്റഡ് ചോദ്യം. 2022, 23, 24 ചോദിച്ച ചോദ്യം, ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗെയിം എവിടാണ്? ഫിലിപ്പൈൻസും ആണ്. അതും ഓക്കെ അല്ലേ? ഇനി MS സ്വാമിനാഥൻ മരണപ്പെട്ടതുകൊണ്ട് അവിടെ നിന്ന് ചോദ്യം വരും, നിങ്ങൾക്കും വരും. അപ്പം ചോദ്യം ഇതാ: MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനം ഏതാ? MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം PSC ചോദിക്കാതിരിക്കുമോ? പറ, ചോദിക്കും. അത് സബർമതി സോനാരയാണ്. ഓക്കെ, സബർമതി സോനാര. ഓർത്ത് വെക്കുവോ? ഓർത്ത് വെക്കണേ. പിന്നെ ജസ്റ്റ് ഞാൻ പറഞ്ഞൊന്ന് കേട്ടോ. PSC 2022 പ്രിലിംസിന് കുറെ തവണ ചോദിച്ചതാണ്. അത് 10th പ്രിലിംസിനാണ് ചോദിച്ചത്. പക്ഷെ അതേപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിന് 2022, 23 വന്നു. പറഞ്ഞുതരാം. ഗ്രീൻ റെവല്യൂഷന്റെ ഫസ്റ്റ് സ്റ്റേജ് എപ്പോഴായിരുന്നു? 1960 മുതൽ 1970 വരെ. ടെക്സ്റ്റിൽ ഇങ്ങനെ കിടക്കും 1960 മധ്യം മുതൽ 70 മധ്യം വരെ എന്ന് കിടക്കുമെങ്കിലും PSC ഓപ്ഷനിൽ ചോദിച്ചത് ഫസ്റ്റ് സ്റ്റേജ് 60 മുതൽ 70 വരെ. അടുത്ത BBQ ഇവിടെ നിന്ന് വന്നത് രണ്ടാമത്തെ സ്റ്റേജ് എപ്പോഴാണ്? 1970 മുതൽ 1980 വരെ ആയിരുന്നു. പഠിക്കണം, കളയരുത്. ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെയാ? അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ കൊടുത്തു, ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു, എക്സെട്ര എക്സെട്ര. ഇത്രയും സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമേ ആദ്യം ഇംപ്ലിമെന്റ് ചെയ്തുള്ളൂ, മറക്കരുത്. ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു. ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ധനികരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് കൂടി. കാരണം രണ്ടുപേർക്കും ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് വരുന്നതിന്റെ അളവും എന്ത് ചെയ്തു? ഇൻകം വരുന്നതിന്റെ അളവിലും വ്യത്യാസം വരുത്തില്ലേ? അപ്പം ഇതൊക്കെയാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടത്. 3ാം പഞ്ചവത്സര പദ്ധതിയിലുമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ മിക്സഡ് ടോപ്പിക് എല്ലാം പറഞ്ഞു വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പറയണേ. ഇഷ്ടപ്പെട്ടോ? പറയണം. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യണം പറ, എല്ലാം ചെയ്തു തരാം. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 1950 വന്നിട്ടുള്ളത്. ഓക്കെ, പറഞ്ഞുതരാം, കേട്ടോണേ. ആദ്യമേ PSC 2024, 23 ചോദിച്ചിട്ടുള്ള ചോദ്യം, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഏത് വർഷം വന്നു? 1938. ഓക്കെ, ദേശീയ ആസൂത്രണ സമിതി, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു അറിയാവോ? ചെയർമാനാണ് നെഹ്റു. ഓക്കെ, പക്ഷേ 2024 ലാസ്റ്റിൽ കൊണ്ടൊരു ചോദ്യം ചോദിച്ചു. അത് പണ്ടേ ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ്. ചെയർമാൻ നെഹ്റു ആയിരുന്നു. ഇത് തന്നെ ഒരു 20 തവണയ്ക്കുള്ളിൽ PSC ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ 2024 ലാസ്റ്റ് ചോദിച്ച ചോദ്യം ഇതാ: ദേശീയ ആസൂത്രണ സമിതി 1938 രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന്? നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലീഡ് കൊടുത്തത്, നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. ചെയർമാനായത് നെഹ്റുവാണ്. അതുകൊണ്ട് ഇത് ഓർത്തു വെച്ചോണം, ചോദിച്ചു. ഇപ്പൊ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി കിട്ടിയല്ലോ.
ഓക്കെ. ഈ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള അടുത്ത സംഭവമാണ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്. ഓക്കെ, അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്. അത് KC നിയോഗിയായിരുന്നു അധ്യക്ഷൻ. KC നിയോഗിയായിരുന്നു അധ്യക്ഷൻ. അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് 1946. അത് ഓർത്തു വെച്ചോണം, ചോദിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ദേശീയ ആസൂത്രണ കമ്മീഷൻ വരുന്നത്. 1950 നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. അത് കഴിഞ്ഞ് ഒന്നാമത്തെ വർഷം 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി വന്നു. 52 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലും വന്നു. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്താ പറയാ, പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്ന സ്ഥാപനമാണ് NDC. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണ്. അപ്പൊ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനെ, ഇത് റിപ്പീറ്റഡ് ആണ്, നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഓക്കെ ആരാരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗുൽസാരിലാൽ നന്ദ. PYQ ഗുൽസാരിലാൽ നന്ദ. ഇതൊക്കെ ചോദിച്ചതാണ്. അതേപോലെ ആസൂത്രണ കമ്മീഷന്റെ ലാസ്റ്റ് അധ്യക്ഷൻ മോദിജിയാണ്. ലാസ്റ്റ് ഉപാധ്യക്ഷനെ ചോദിച്ചാൽ മോണ്ടക് സിംഗ് അലുവാലിയ. ഇത് 2022-23 ചോദിച്ചു. അലുവാലിയ ഓക്കെ ഇരുന്നോട്ടെ. അപ്പം അവസാനത്തെ ഉപാധ്യക്ഷൻ അലുവ കൊടുത്തു വിട്ടു. അതോടുകൂടി കമ്മീഷൻ കഴിഞ്ഞു. പിന്നെ നിതി ആയോഗ് വന്നത് കേട്ടോ. ഇതെല്ലാം പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട നമുക്ക് ഇൻ ഡെപ്തി പഠിക്കാം. കോഴ്സിലൊക്കെ ഇത് ഡെപ്തിൽ സ്ട്രക്ചേർഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇത്ര നേരം കൊണ്ട് ഇതിൽ ഇവിടെ തീരത്തില്ല. സ്ട്രക്ചേർഡ് ആയിട്ട് കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ ഡെപ്ത് നോളജ് കിട്ടും കേട്ടോ. അപ്പം മോണ്ടക് സിംഗ് അലുവാലിയ ഇതിലുണ്ട്. ഇത്രയും റെഡിയായ. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഞാൻ ഒരു തവണ ഈ ചോദ്യം കണ്ടിട്ടുള്ളൂ, പക്ഷെ അത് 5 out of 5 ഡിഫിക്കൽറ്റി ഉള്ള ഒരു ചോദ്യമായിരുന്നു. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഓക്കെ നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം 2001. അപ്പൊ ഓർത്തു വെച്ചോണം, ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഏത് വർഷം പ്രസിദ്ധീകരിച്ചു? 2001. ഇത് മറക്കരുത്. ഇത്തരം കാര്യങ്ങൾ തൽക്കാലം ഇവിടെ നിന്ന് പഠിച്ചാൽ മതി. ഓക്കെ. അടുത്ത വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇവിടെ ഞാൻ എപ്പോഴും പറയുന്ന 2-3 കാര്യം പറയട്ടെ. ട്രേഡ് ചെയ്ത് ജീവിക്കണം, ജീവിക്കുക. അപ്പൊ ഞാൻ ജനീവ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമോ? എനിക്ക് മാത്രമേ അത് കണക്ട് ആകുന്നുള്ളൂ. നിങ്ങൾക്ക് അത് പറ്റുന്നുണ്ടോ? ട്രേഡ് ചെയ്ത് ജീവിക്കുക, ജനീവ വെച്ച് കണക്ട് ചെയ്യാം. അതേപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഹെൽത്തി ആയിട്ട് ജീവിക്കുക. അത് വെച്ച് ഈ ജനീവയുടെ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ഹെൽത്തി ആയിട്ട് ജീവിക്കുക. ട്രേഡ് ഒക്കെ, കച്ചവടങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, തൊഴിലൊക്കെ അല്ലേ, അതും ലേബർ ഒക്കെ ചെയ്ത് ജീവിക്കുക. ഇതിന് 3 ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ്. റിപ്പീറ്റഡ് ചോദ്യമാണ്. ഓക്കെ, മറക്കല്ല. അതേപോലെ IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും വേൾഡ് ബാങ്ക് IMF-ഉം വേൾഡ് ബാങ്കിലും എന്താ ഉള്ളത്? പൈസ എന്താ ചെയ്യുന്നത്? അലക്കിക്കൊണ്ടിരിക്കുക. ഉണങ്ങുന്നേ ഉള്ളൂ എന്നൊക്കെ വീട്ടിൽ നിന്ന് പറയത്തില്ലേ? അലക്കിക്കൊണ്ടിരിക്കുക, വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം വാഷിംഗ്ടൺ DC. അപ്പം IMF വേൾഡ് ബാങ്ക് വാഷിംഗ്ടൺ DC ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. റിപ്പീറ്റഡ് ചോദ്യം. ഇപ്പൊ നമ്മൾ തിരിച്ച് ചോദ്യത്തിൽ വരിക, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് എപ്പോഴാ? 1995. എന്നാൽ ഡിഗ്രി ലെവലിലും അല്ലാതെ 12th മെയിൻസ് ലെവലിലും ഒക്കെ ചോദിച്ച ചോദ്യം പറയാം. ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏതാണെന്നറിയാമോ? ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ്, GATT ആണ് ഒരു ചോദ്യം. ഈ GATT വന്ന വർഷം ഏതാ? സ്റ്റേറ്റ്മെന്റിലെ അടുത്ത ബാക്കി ഓപ്ഷൻ ആയിരുന്നു 1948. മറക്കല്ലേ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് മുമ്പ് ഉള്ള മുൻഗാമിയാണ് GATT, ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. അതിന്റെ വർഷം 1948 ആണ്. ഇത്രയും ചോദിച്ചിട്ടുണ്ട്, കളയരുത്. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ഇതെന്ന് പറയുമ്പം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്നുള്ള കാറ്റഗറിയിൽ നിന്നും ഹിസ്റ്ററിയിൽ നിന്നും വന്നിട്ടുള്ള ഭാഗമാണ് ഈ ചോദ്യം. ഇനി ലോക ബാങ്കിന്റെ മറ്റൊരു പേരെന്താണ്? ചോദ്യം ഇച്ചിരി മിസ്സായിപ്പോയി. ലോക ബാങ്ക്, വേൾഡ് ബാങ്ക്, അതേപോലെ IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇവിടെ എല്ലാം നോട്ടാ ഉള്ളത്. നോട്ട് എന്ത് ചെയ്യുക? അലക്കിക്കൊണ്ടിരിക്കുക ഇപ്പൊ. ഓക്കെ, അപ്പൊ വാഷിംഗ്ടൺ DC കിട്ടിയില്ലേ? കിട്ടി. അതേപോലെ ജനീവ, ജീവിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ജീവിക്കുന്നത്, ട്രേഡ് ചെയ്ത് ജീവിക്കണം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഹെൽത്തി ആയിട്ട് ജീവിക്കണം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇതെല്ലാം ജനീവയുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ലോക ബാങ്കിന്റെ മറ്റൊരു പേര് എന്താണെന്നറിയാം? IBRD ആണ്. എന്തോ അറിയാം ഈ IBRD? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ അല്ലേ? നമ്മുടെ RBI നിലവിൽ വന്നത് 1935. നാഷണലൈസ് ചെയ്തത് 1949. IMF-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ? വാഷിംഗ്ടൺ DC ആണ് അല്ലെ? നബാർഡ് 6ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലെ നബാർഡ് വന്നത് 1982. ശിവരാമൻ കമ്മിറ്റി. ഇതൊക്കെ ബേസ് റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്. ഒത്തിരി തവണ ചോദിച്ചതാ. നമ്മൾ അത് പഠിച്ചു വെച്ചിട്ട് ഈ ഡെപ്തിൽ പോണം കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക നയത്തില്
നടപ്പിലാക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, 1991 LPG ആണ് സംഭവം. എന്തോ LPG? ഗ്യാസ് അല്ലേ? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, എല്ലാ ക്ലാസ്സിലും ഞാനിത് പറയുന്നത്. അപ്പൊ അത് ബോറായിട്ടുള്ള ഇച്ചിരി അടിച്ചു വിട്ടു, അല്ലാത്തവരെ കേട്ടുപോ. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരിക്കുന്നു. മോഹൻലാൽ ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങാൻ പോയി. അവിടെ ഇപ്പോൾ ഒരാൾ ഇൻസ്പെക്ഷൻ വന്നിട്ട് ISI ഹോൾമാർക്ക് എന്ത് ചെയ്യും, ആ സ്വിച്ച് എന്ത്, ഈ സ്വിച്ച് എന്ത്, ഇത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല, ഇങ്ങനെ എത്ര പേരുടെ ബിസിനസ്സുകൾ പൂട്ടിക്കാണെന്നറിയാം. അതിനൊക്കെ ഒരു അയവ് വരുത്തുന്നതാണ് ലിബറലൈസേഷൻ. ഓക്കെ, അത് 1991 ഒരു നയമാണ്. രണ്ടാമത്തെ നയം പ്രൈവറ്റൈസേഷൻ. BSNL ടെലികമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ, ഇതുപോലെ എന്താ പറയാ എയർലൈൻസ് കാര്യങ്ങൾ, അതുപോലെ പല 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 സർക്കാരിന്റെ കാര്യങ്ങളും പ്രൈവറ്റ് പങ്കാളികളെ ഉൾപ്പെടുത്തി. പ്രൈവറ്റൈസേഷൻ, അതായത് സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള കാര്യങ്ങൾ ഷെയർ ഒക്കെ കൊടുത്ത് പ്രൈവറ്റ് ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് കൊണ്ടുവരുന്ന, ഔട്ട്പുട്ട് കൊണ്ടുവരുന്ന, അതാണ് പ്രൈവറ്റൈസേഷൻ. ഇനി ഗ്ലോബലൈസേഷൻ എന്താന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. ഗ്ലോബലൈസേഷൻ എന്താ? ഇപ്പൊ ഒരു ഐഫോൺ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലായിടത്തും വരും. അതേപോലെ നമ്മുടെ മാർക്കറ്റിലുള്ള പല സംഭവങ്ങളും, നമ്മുടെ നാട്ടിലുള്ള പല പ്രോഡക്ട്സ് ഇപ്പൊ പല നാടുകളിലും എത്തി. അതിന് കാര്യം ഗ്ലോബലൈസേഷൻ ആണ്. ഇത് മൂന്നെണ്ണം 1991 നരസിംഹറാവു ഗവൺമെന്റിന്റെ സമയത്താണുള്ളത്. ആ സമയത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് മൻമോഹൻ സിംഗ്. മറക്കരുത്, മൻമോഹൻ സിംഗ് ആണ് ആ സമയത്തെ ഫിനാൻസ് മിനിസ്റ്റർ. ചോദിച്ചിട്ടുണ്ട്. ഈ സമയത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു നരസിംഹറാവു. ഈ 1991 ഒത്തിരി ചോദ്യം വന്നു. അതിലെ മെയിൻ ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം? ഈ പോളിസീസ് നമ്മൾ നടത്താൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള വിദേശത്തു നിന്നുള്ള കറൻസികൾ നമ്മുടെ കുറവ് വന്നു. കൊടുക്കാനാണെങ്കിൽ നമ്മുടെ വാല്യൂ, ഇന്ത്യൻ റുപ്പീസിന്റെ വാല്യൂ ഭയങ്കര കുറവ് വന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ പോളിസീസ് വരുത്തിയേ പറ്റൂ. അപ്പൊ ഇങ്ങനെ കുറവ് വരാൻ കാരണം എന്താ പറയാ? ഗൾഫ് യുദ്ധം അവിടെ നടന്നു. ഗൾഫ് യുദ്ധം നടന്നപ്പോൾ ഓയിലിന് പ്രൈസ് കൂടി. അപ്പൊ നമ്മൾ ഒത്തിരി രൂപ കൊടുത്താലേ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മുടെ പൈസ കുറവ് വരത്തില്ലേ? ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടായി. ഉയർന്ന ഫിസിക്കൽ ഡെഫിസിറ്റ്, ഉയർന്ന ധനക്കമ്മി ഉണ്ടായി, അല്ലെ? ഗൾഫ് യുദ്ധം നടക്കുമ്പോൾ പെട്രോളിയത്തിന് വില കൂടുന്നു. അപ്പൊ നമ്മൾ ഒത്തിരി കൊടുത്തു, നമുക്ക് അങ്ങനെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടായി. വിദേശ നാണയ കരുതൽ ശേഖരണത്തിന്റെ കുറവ്. വിദേശ നാണയങ്ങളൊക്കെ നമ്മുടെ തീർന്നു തുടങ്ങി. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ മീഡിയം ഒക്കെ ആണെങ്കിൽ അതെല്ലാം തീർന്നു തുടങ്ങി. ഇതൊക്കെ റീസൺ ആണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവും റീസൺ ആണ്. ഈ പറഞ്ഞിട്ടുള്ളവയെല്ലാം ശരിയാണ്. ഇതൊക്കെ 2023 വൻതോതിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ഓക്കെ, ബാക്കിയുള്ള വർഷത്തിലും ഇതുണ്ടായിരുന്നു. അപ്പോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ച് അടുത്തതിലോട്ട് പോകുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? നിലവിലെ എന്ന് ഞാൻ എപ്പോ പറഞ്ഞ് എന്ത് പഠിപ്പിച്ചാലും നിങ്ങൾ ഓർത്തോണം, ശക്തികാന്ത ദാസ്. നിലവിലെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ ഇത് കാണുന്ന പിറ്റൂസമായിരിക്കും ഞാൻ ഈ പറയുന്ന പിറ്റൂസമായിരിക്കും ആള് മാറുന്നത്. നിങ്ങൾ ചിലപ്പോൾ 1 മാസം കഴിഞ്ഞായിരിക്കും ഇത് കാണുന്നത്, അപ്പോഴായിരിക്കും ആള് മാറുന്നത്. നിലവിലെ എന്ന് ഞാൻ എന്ത് പറഞ്ഞാലും അപ്ഡേറ്റ് ചെയ്തോണേ. ശക്തികാന്ത ദാസ് ആണ്, 25ാമത്തെ ആളാണ്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഞാൻ പറയാൻ വന്നൊരു സംഭവം, RBIയുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ഓക്കെ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, RBIയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരായിരുന്നു അറിയാം? സുധാ ബാലകൃഷ്ണനാണ്. ഓക്കെ, സുധാ ബാലകൃഷ്ണൻ. ഇപ്പൊ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുധാ ബാലകൃഷ്ണനാണെന്ന് ഓർത്തോണം. RBIയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുധാ ബാലകൃഷ്ണൻ. മറക്കരുത്, ചോദിക്കും. പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുധാ ബാലകൃഷ്ണൻ. 2022-23 ബഡ്ജറ്റ് അവതരിപ്പിച്ചതും നിലവിലെ ചോദിച്ചതും നിർമ്മല സീതാരാമൻ ആണ്, അല്ലെ? അപ്പോ ഒരു ചോദ്യം കൂടെ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ 2024-25 GDP വളർച്ചാ നിരക്ക് എത്രയാണെന്ന് അറിയാമോ? 6.4% ആണെന്ന് ഓർത്തു വെച്ചോണം. അതേപോലെ ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ബാലഗോപാലൻ. മറക്കരുതേ, KN ബാലഗോപാലൻ. കേരളത്തിലെ ഡിജിറ്റൽ ബഡ്ജറ്റ് ബാലഗോപാലൻ. ബാലന്മാരുടെ വരെ ഇപ്പൊ ഡിജിറ്റൽ ആയിട്ടുള്ള എന്താ പറയാ ഫോണും കാര്യങ്ങളെല്ലാം കയ്യിലുണ്ട്. യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും കിട്ടിയോ? തൽക്കാലം ഇവിടെ ഇത്രയും മതി. അടുത്തത് ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? നമുക്ക് നോക്കാം. അപ്പൊ ശരിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഞങ്ങൾ ഭാരത ജനങ്ങൾ. ഓക്കെ, അത് മലയാളം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് തുടങ്ങുന്നത്. നാം ഭാരതത്തിലെ ജനങ്ങൾ, അല്ലെ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പ്രിയാമ്പിൾ തുടങ്ങുന്നത്. പ്രിയാമ്പിൾ എന്താ പറയാ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ബുക്കില്ലേ, അതിലെ ഫസ്റ്റ് പേജ് എടുക്കുമ്പോൾ എഴുതി വെച്ചിട്ടുള്ള പേജാണ് പ്രിയാമ്പിൾ, ആമുഖം എന്ന് പറയുന്നത്. അതിന്റെ തുടക്കമേ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന, ഞങ്ങൾ ഭാരതത്തിലെ ജനങ്ങൾ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒഫീഷ്യൽ ആയിട്ടുള്ളത്, ഭാരതത്തിലെ ജനങ്ങളായ നാം. ഇനി ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ. ഓക്കെ, സാമൂഹ്യം, രാഷ്ട്രീയം, സാമ്പത്തിക നീതി ഉറപ്പാക്കുക. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. കാരണം ഇതിലെ മീനിങ്സിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ, അതേപോലെ ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്നൊക്കെ വന്നതുകൊണ്ടാവും PS ഇത് ക്യാൻസൽ ചെയ്തു. അപ്പം നിങ്ങളുടെ അറിവിലത്തേക്കായി ഇത് പറഞ്ഞു വരികയാണ്.
ഓക്കെ, ആമുഖം ആരംഭിക്കുന്നത് ഒഫീഷ്യൽ ട്രാൻസ്ലേഷൻ കേരളത്തിലെ പ്രകാരം ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ്. അതിവിടെ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ആമുഖത്തിന്റെ പിതാവ്, പ്രിയാമ്പിളിന്റെ പിതാവ് നെഹ്റു ആണ്. ഇത് കടമെടുത്തിട്ടുള്ളത് USA നിന്നുമാണ്. ഇത്രയൊക്കെ ആണല്ലോ, ശരി. പിന്നെ ഈ ആമുഖത്തെ വിശേഷിപ്പിക്കുന്നത് ഭരണഘടനയുടെ രത്നം എന്നാണ്. ഓക്കെ, രത്നം. ചില മുഖം കണ്ട രത്നം പോലെ ഇരിക്കും, ഞാൻ എപ്പോഴും പറയാറുണ്ട്. ചില മുഖം കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി രത്നം പോലെ ഇരിക്കും. ആ മുഖം രത്നം, ആ മുഖം രത്നം. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്ന ആ മുഖമാണ് ആ മുഖം. അത് ഓർത്ത് വെച്ചോണം. അപ്പോ ഇത് ആദ്യമേ നെഹ്റു അവതരിപ്പിച്ചത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആയിട്ടാണ്. റിപ്പീറ്റഡ് ചോദ്യം. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം എന്നാണ് അവതരിപ്പിച്ചത്. 1946 ഡിസംബർ 13 അവതരിപ്പിക്കുന്നത്. 1946 ഡിസംബർ 13 അംഗീകരിക്കുന്നത് 1947 ജനുവരി 22 അംഗീകരിക്കുന്നത്. എന്തുമായിട്ട് അപ്ലൈ ചെയ്തല്ല കൊണ്ട് അവതരിപ്പിച്ചത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം. അത് പിന്നീട് എന്തായി മാറി? ആമുഖമായി മാറി. ഇത്രയൊക്കെ അല്ലേ? ആമുഖം നമ്മൾ കടമെടുത്ത് US നിന്നുമാണ്. അപ്പൊ ആമുഖത്തിന്റെ ശില്പി നെഹ്റു, പക്ഷെ ഭരണഘടനയുടെ ശില്പി ഭീംറാവു അംബേദ്കർ, മറക്കരുത്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സർദാർ വല്ലഭായ് പട്ടേലുവ. ഇനി ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ മെയിൻസ് ലെവലിലെ ഒരു ടോപ്പിക്കോട് പറയാം, എന്ന് കേട്ടെ. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തുന്ന ലക്ഷ്യം ഏതൊക്കെയാണ്? എവിടെയെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് പഠിച്ചു. രാഷ്ട്രം ഉറപ്പുവരുത്തുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഓക്കെ, നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഉറപ്പുവരുത്തുന്നു. ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക നീതിയാണ് ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ടെക്സ്റ്റിൽ അതേപോലെ ഉണ്ട്. സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക നീതി. സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക നീതി അല്ലേ? അപ്പൊ ഇത്ര ഓർത്ത് വയ്ക്കുമോ? മതി. ആമുഖം പിന്നീട് ബാക്കി പറഞ്ഞുതരാം. ഇനി നമുക്ക് സയൻസിലോട്ട് പോവാം. എന്താ ഈ 37 അത്ര ക്ലിയർ അല്ല ഞാൻ. നിങ്ങൾക്ക് ഈ 37 പറ്റി ആധികാരികമായി അറിയാമെങ്കിൽ ഇട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ സയൻസ് മിസ് തന്നെ സൂപ്പർ ആക്കി തരും. ഇതിന്റെ അകത്ത് ഇതാണ് ഉത്തരം. ഇന്നൊക്കെ ഈ കൊറോണറി ധമനികൾ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോൾ എന്തുണ്ടാവും? ഹാർട്ടിൽ അറ്റാക്ക് ഉണ്ടാവും. കാരണം ബ്ലഡ് ഫ്ലോ ചെയ്യുന്നില്ല, കൊഴുപ്പ് അടിഞ്ഞ് വെച്ചേക്കുക അല്ലെ? അതിന് ഹൃദയാഘാതം എന്ന് പറയും. ഓക്കെ അല്ലേ? ശരി, അടുത്തതിലോട്ട് പോവാം. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? നിങ്ങളൊന്ന് ഓർത്തോണം. അടയ്ക്ക് ADEK വിറ്റമിൻസ് ആണ്. അടയ്ക്ക് കൊഴുപ്പാണ്. അടയ്ക്ക് കൊഴുപ്പാണ്. അട കഴിച്ചിട്ടുണ്ട്? അടയ്ക്കകത്ത് ഭയങ്കര കൊഴുപ്പാണെന്ന് ചുമ്മാ പറഞ്ഞാൽ മതി. ശരിക്കും ഇല്ലല്ലോ, ഇല്ല. മധുരമല്ലേ? അടയ്ക്ക് കൊഴുപ്പാണ്. ADEK ആണ് കൊഴുപ്പിൽ അലിയുന്നത്. പക്ഷെ ഇവിടെ ADCK തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇത് തെറ്റാ. ഇങ്ങനെ ഇത് പഠിച്ചുകൊണ്ട് ഇത് യൂസ്ഫുൾ ആണ്. അടയ്ക്ക് കൊഴുപ്പാണ്. ADEK അടയ്ക്ക്, ADEK കൊഴുപ്പ്, അടയ്ക്ക് കൊഴുപ്പാണ്. പക്ഷെ ഇവിടെ തെറ്റി. ഇനി ജീവകം B3 അപര്യാപ്ത രോഗമാണ് പെല്ലഗ്ര. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നത് പഠിക്കണം. കാരണം നിങ്ങൾ ഏത് എക്സാം എഴുതാൻ പോയാലും ഇത് ചോദിച്ചിരിക്കും. എന്ന് വെച്ചാൽ ചോദിച്ചിരിക്കും. പറയട്ടെ. അതേപോലെ ജലത്തിൽ അടയ്ക്ക് കൊഴുപ്പ, ഫാറ്റിൽ സോല്യൂബിൾ ആണ് ADEK. അതേപോലെ വാട്ടർ സോല്യൂബിൾ കൂടെ പഠിക്കണ്ടായ BC അല്ലെ? വാട്ടർ സോല്യൂബിൾ BC ആണ്. അതേപോലെ ഹീറ്റ് ആക്കുമ്പോൾ നഷ്ടപ്പെടുന്നതാണ് വിറ്റാമിൻ C, കൂൾ ആക്കുമ്പോൾ നഷ്ടപ്പെടുന്നതാണ് വിറ്റാമിൻ K. ഓക്കെ, ഇനി അടുത്തൊരെണ്ണം കേട്ടോ. ബോറടിക്കത്തില്ല, നിങ്ങളിത് പഠിക്കാമെങ്കിൽ എക്സാം സൂപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. ശരി, അടുത്തതിലോട്ട് പോവാണ്. ജീവകം A റെറ്റിനോൾ എന്ന് അറിയപ്പെടും ആണല്ലോ. ജീവകം A റെറ്റിനോൾ ആണ്. ഇനി ജീവകം B1 തയമിൻ ആണ്. ഓക്കെ, ജീവകം B1 തയമിൻ. ഇപ്പോഴേ ഞാൻ പറയാം, എങ്ങാനും ഇടയ്ക്ക് ഡിമോട്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ ഒരു കാര്യം ഓർത്തോണേ. നമ്മൾ ഓരോ ദിവസം 1% ഇമ്പ്രൂവ് ചെയ്താൽ തന്നെ 30 ദിവസം കഴിയുമ്പോൾ നമ്മളെക്കാളും നമ്മൾ 30% ഇമ്പ്രൂവ്ഡ് ആണ്. അതേപോലെ നിങ്ങൾ പലയിടത്തുനിന്നും പഠിക്കുന്നുണ്ട്, പല സോഴ്സിൽ പഠിക്കുന്നുണ്ട്, കോച്ചിങ് സെന്ററിൽ പോകുന്നുണ്ട്, ഓൺലൈൻ എടുത്തിട്ടുണ്ട്, റാങ്ക് ഫയർ ഉണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം കൂടെ എങ്ങനെ കുത്തിക്കയറ്റി പഠിക്കും? അത് കറക്റ്റ് ട്രാക്കിൽ പോകണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡും പഠിച്ചു പോകണം. ഇതിൽ എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ഡൗട്ട് വരുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞു വന്നതിൽ എനിക്ക് ഇത് ഡൗട്ട് വന്നെങ്കിൽ ഞാൻ ഇത് റെഫർ ചെയ്യണം. അതിന് നിങ്ങൾ റാങ്ക് ഫയൽ ഇടുക. അതിന് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ PDF ഉണ്ട് അതെടുത്ത് പഠിക്കുക. അങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഇത് പോയി കഴിഞ്ഞാൽ റാങ്ക് കിട്ടത്തില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? എന്ത് ബേസിൽ പറയാൻ പറ്റും? അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഏറ്റവും സാധ്യതയുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. മാക്സിമം ഉപയോഗിക്കുക. മനസ്സിൽ ഇപ്പോഴും ഓർത്തോണം ആ ടാഗ് വരുന്നത്, സർക്കാർ ജോലിക്കാരെന്നുള്ള ആ ടാഗ് കേട്ടോ. സർക്കാർ ജീവനക്കാരാവണം. ഓക്കെ ആയല്ലോ. അപ്പം വൈറ്റമിൻ B1 തയമിൻ ആണ്. B2 ആണെങ്കിൽ റൈബോഫ്ലേവിൻ.
ഓക്കെ, B1 തൈമിൻ, B2 റൈബോഫ്ലേവിൻ, B3 ആണെങ്കിൽ നിയാസിനുമാണ്. ഇത് ഇത്രയും പഠിക്കാവോ? റെറ്റിനോൾ, B1 ആണെങ്കിൽ തൈമിൻ, B2 റൈബോഫ്ലേവിൻ, B3 നിയാസിൻ. ഈ B3 നിയാസിന്റെ അഭാവം മൂലമാണ് പെല്ലെഗ്ര ഉണ്ടാവുന്നത്. അതേപോലെ B1ന്റെ അഭാവം മൂലമുള്ളത് റിപ്പീറ്റഡ് ചോദ്യം 2024 ചോദിച്ചു. B1ന്റെ അഭാവം മൂലം ബെറിബെറി, B2ന്റെ അഭാവം മൂലം ത്വക്ക് സ്കിൻ ഡിസീസസ് ആണ്, B3യുടെ അഭാവം മൂലമാണ് പെല്ലെഗ്ര. വിറ്റമിൻ എയുടെ അഭാവം മൂലം എന്താ? നൈറ്റ് ബ്ലൈൻഡ്നസ് അല്ലെ, നിശാന്തതയും പിന്നെ കെരാറ്റോ സെറോഫ്താൽമിയ, ഇത്രയും സംഭവങ്ങളൊക്കെ വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്നത്. ഇത് ഇത്രയും പഠിച്ചോ? ഇത്രയും ഞാൻ അടുത്ത ക്ലാസ്സിലും പറയും, എന്നിട്ട് അഡീഷണലും പറഞ്ഞു തരാം. ഇനി നോക്കാം, മന്തുരോഗം ഉണ്ടാകുന്ന രോഗാണു ഏതാണ്? ഫിലേരിയാസിസ് എന്നല്ല അറിയപ്പെടുന്ന ഫൈലേരിയൻ വിരയാണ്. PSC ഇവിടെ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ മന്തുരോഗം, ഫിലേരിയൻ വിര. പക്ഷേ ഇവിടെ ഡെപ്തിൽ ചോദിച്ച ചോദ്യം പറഞ്ഞിട്ടെ, ഫിലേരിയൻ വിരയുടെ കാര്യം പറയുമ്പോൾ ഇത് ഏത് കൊതുക് കാരണമാണ്, എന്ത് കാരണമാണ് ഇത് പരത്തുന്നതെന്ന് PSC ചോദിച്ചത് മോസ്കിറ്റോയാണ്. എന്നാൽ ക്യൂലസ് ഫീമെയിൽ മോസ്കിറ്റോ, ഇതാണ് ഇമ്പോർട്ടന്റ്. ഇതിന്റെ പേരിൽ PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം ക്യൂലസ് മെയിൽ മോസ്കിറ്റോ എന്നും ക്യുലസ് മോസ്കിറ്റോ എന്നും പിന്നെ ക്യുലസ് ഫീമെയിലും വന്നു. അപ്പം എല്ലാം ഉൾപ്പെടുന്നതാണ് ക്യുലസ് മോസ്കിറ്റോ. പിന്നെ പ്രത്യേക ഒരു ഓപ്ഷൻ എടുത്ത് തന്നേക്കും ക്യുലക്സ് ഫീമെയിൽ മോസ്കിറ്റോ, അതുകൊണ്ടാണ് അത് ക്യാൻസൽ ആയി പോയത്. പക്ഷെ നിങ്ങൾക്ക് ഇനി വരും ഫൈലേരിയൻ, അത് ഈ മന്തുരോഗം പരത്തുന്നത് ക്യുലക്സ് കൊതുകാണ്. ക്യുലക്സ് കൊതുക് എന്ന് പറയുമ്പോൾ ക്യുലക്സ് പെൺകൊതുകാണ്. ഇത് ഓർത്ത് വെക്കുമല്ലോ അല്ലെ? അത്രയും മതി ഇവിടെ അത് ഓർത്ത് വെക്കാൻ. മന്തുരോഗ ദിനമായിട്ടുള്ളത് November 11. ശരി, ഇനി എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം ഏതാ? പിത്തരസമാണ് എൻസൈമുകൾ ഇല്ലാത്തത്. അപ്പൊ എൻസൈമുകൾ ഉള്ളതിനെയൊക്കെ നമുക്കൊന്ന് പഠിച്ചു വെക്കണ്ടേ? 2024 പറഞ്ഞിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. അതായത് ഉമ്മിനീര്, തുപ്പൽ, ഉമ്മിനീര്, പിന്നെ അതേപോലെ കണ്ണീര് ഇല്ലേ, കണ്ണീര്, ടീയേഴ്സ്. ഞാൻ ചുമ്മാ ഒന്ന് കാരണം അപ്പൊ പറയും എന്റെ മുന്നയുടെ കള്ളക്കണ്ണീരാ, നിന്റെ മൊത്തം കള്ളക്കണ്ണീരാ. അല്ലെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മ കാണും, അല്ലെ നിങ്ങൾ ആരുടെയും പറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മ കിട്ടത്തില്ലേ? കള്ളക്കണ്ണീരാണ്. കള്ളക്കണ്ണീര് എന്ന് പറയുമ്പോൾ ലൈ ചെയ്യുന്നു, കള്ളത്തരം പറയുന്നു, ലൈ ചെയ്യുന്നു, ലൈസോസോംസ്. അപ്പൊ അത് ഇവിടെ ഓർത്ത് വെക്കാൻ പറ്റത്തില്ലേ? ഇല്ലേ, ലൈസോസോംസ്. സ്പെല്ലിങ് കറക്റ്റ് അല്ലായിരിക്കും ഉറപ്പായിട്ട്. അപ്പം ഉമ്മിനീരും തുപ്പലും ഉള്ളത് ലൈസോസോംസ് ആണ്, മറക്കരുത്. റിപ്പീറ്റഡ് ചോദ്യം 2024 ചോദിച്ചു. ഓക്കെ, അടുത്തത് ആഗ്നേയരസം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വരും? ട്രിപ്സിൻ വരും. ഓക്കെ, ഇതിൽ ട്രിപ്സിൻ വരും, പാങ്ക്രിയാറ്റിക് ലിപ്പേസ് വരും, പാങ്ക്രിയാറ്റിക് അമിലേസ് ഒക്കെ വരും. ആമാശയ രസമാണെങ്കിലോ ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മുടെ വയറ്റിലുള്ളത് ഏത് ആസിഡ് ആണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെന്ന് ഓർത്ത് വെച്ചോണം. അപ്പൊ എൻസൈമുകൾ ഇല്ലാത്തത് പിത്തരസമാണ്. റെഡി? അപ്പൊ നമ്മുടെ ഫ്രീ ക്ലാസ്സസ് 17 യൂട്യൂബിലുണ്ട്, എല്ലാവരും വരണം കേട്ടോ. എല്ലാ ക്ലാസ്സുകളും കണ്ടു നോക്കണം, എല്ലാ റിസോഴ്സും ഉപയോഗിക്കണം. ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ അപ്പോൾ ജോയിൻ ചെയ്തേക്കണം. എനിവേ ഏത് കണ്ടന്റ് ആയാലും അതെല്ലാം യൂട്യൂബിൽ 17 മുതൽ അങ്ങോട്ട് കുറേ ദിവസം ഉണ്ടായിരിക്കും. എപ്പോഴും വരണം. നിങ്ങൾ നല്ലപോലെ വരാമെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവിൽ വരാം, നിങ്ങൾ പറയണം കേട്ടോ. അടുത്തത് നമ്മുടെ 10th ലെവൽ മെയിൻസിന്റെ ബാച്ച്. എല്ലാ വർഷവും പഠിച്ചുകൊണ്ടിരിക്കേണ്ട, ഇതോടുകൂടി തീർക്കണേ. അതുകൊണ്ട് ഈ ബാച്ച് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് പർച്ചേസ് ചെയ്യാം. കോഡ് ചോദിച്ച് ചെയ്ത് കൊടുക്കാം, 999 കിട്ടും. നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ കിട്ടും. ആ ടൈം ടേബിൾ രീതിയിലാണ് ക്ലാസ് പോകുന്നത്. ഇല്ല നിങ്ങൾക്ക് ആ ടൈം ടേബിൾ ഉപയോഗിച്ച് പഠിക്കാൻ പറ്റും. ചില സബ്ജക്ട്സ് അറിയാമെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് അതിന്റെ PDF വായിച്ച് പഠിക്കാൻ പറ്റും. സ്കിപ്പ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ചിലവർക്ക് ചില സബ്ജക്ട് അറിയാം, പക്ഷെ സമയം കിട്ടുന്നില്ല ഡെയിലി 5 ക്ലാസ് കാണാൻ, 6 ക്ലാസ് കാണാൻ എന്നുണ്ടെങ്കിൽ ചില സബ്ജക്ട്സുകൾ സ്കിപ്പ് ചെയ്താൽ PDF ആയാലും വായിക്കാം. എന്നിട്ട് മോക്ക് എക്സാമുകളെല്ലാം അറ്റൻഡ് ചെയ്യാം. ടെസ്റ്റ് സീരീസ് ഇഷ്ടം പോലെ ഉണ്ട്, സബ്ജക്ട് വൈസ് ആയിട്ട് ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഹിസ്റ്ററി എടുത്താൽ അത്, ജോഗ്രഫി എടുത്താൽ അതിൻ്റെ അകത്തെ എല്ലാ സബ് ഡിവിഷൻ ബേസ് ചെയ്തിട്ടുള്ളത്, പിന്നെ അതേപോലെ ഓവറോൾ എക്സാം ടെസ്റ്റ് സീരീസ്, ക്വസ്റ്റ്യൻ പേപ്പർ, ഇതെല്ലാം ഉണ്ടാവും. ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തവരുമായിട്ടുള്ള റാങ്ക് ലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിഗ്രി ലെവലിൽ ഇങ്ങനെ തന്നെ. അപ്പൊ നല്ല ആഴത്തിലും ഓരോ ടോപ്പിക്കും പ്രീവിയസ് ഇയർ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ കേട്ടോ. ലൈവിലും നമുക്ക് സംസാരിച്ച് പഠിക്കാം കേട്ടോ. അതേപോലെ GK മാത്രമാണെങ്കിൽ 999 ആണ്. അതേപോലെ കറണ്ട് അഫയേഴ്സ് 399 നിങ്ങൾക്ക് കിട്ടും. കറണ്ട് അഫയേഴ്സ് വേണ്ടവർക്ക് ഇത് എടുക്കാം. മലയാളം മാത്രം മതിയെങ്കിൽ 499 കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫ്യൂച്ചർ മാറ്റിമറിക്കുക. അല്ലാതെ എല്ലാ തവണയും പഠിച്ചുകൊണ്ടിരിക്കുക എന്നൊരു സംഭവമല്ല, നമ്മൾ മാറ്റിമറിക്കണം കേട്ടോ. നിരാശയും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ, അത് ഞാൻ ഉറപ്പായിട്ട് എഴുതി വെക്കും. ഞാൻ നോട്ട്സ് ഒക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പറയാം, ഞാൻ ഓരോന്ന് എഴുതി വെച്ച് നോക്കിയിട്ട് അതേപോലത്തെ ഉത്തരം തരാൻ നിങ്ങൾക്ക്. താഴെ തന്നിട്ടുള്ളവയിൽ ദൂരത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഡിസ്റ്റൻസിന്റെ. ഓക്കെ, ദൂരത്തിന്റെ ബേസ് യൂണിറ്റ് ആണ് മീറ്റർ അല്ലെ? മീറ്റർ അല്ലേ അതിന്റെ അടിസ്ഥാന യൂണിറ്റ്? ആണ്. ഓക്കെ, പ്രകാശവർഷം അതും ദൂരമാണ്. കാരണം എന്താ അറിയാം, ഒരു പ്രകാശവർഷം അകലെയാണ് എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു വർഷം സഞ്ചരിച്ചാൽ എത്തുന്ന അകലമാണത്. അപ്പൊ പ്രകാശവർഷം ഒരു ദൂരമാണ്. ഓക്കെ, എന്നാലേ ഇവിടെ അപ്പൊ ഇത് രണ്ടെണ്ണമുള്ളൂ. ക്യാൻഡില ഇല്ല. ക്യാൻഡില മീൻസ് കണ്ടില്ല. എന്താ കണ്ടില്ലാത്ത പറ? കാരണം വെട്ടം കുറവായിരുന്നു. ലൈറ്റിന്റെ ഇന്റൻസിറ്റിയെ പറ്റി പറയുന്നതാണ് ക്യാൻഡില. വെട്ടം കുറവായതുകൊണ്ട് കണ്ടില്ല.
വെട്ടം കുറവായിരുന്നു, വെട്ടത്തിന്റെ തീവ്രത, ലൈറ്റിന്റെ ഇന്റൻസിറ്റിയുമായി ബന്ധപ്പെട്ടത് ക്യാൻഡിൽ. അപ്പൊ 3 തെറ്റാട്ടോ. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 3 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇത് ഇതും പോവും, ഇതും പോയി കിട്ടും. ശരി, ഇത് കിട്ടിയല്ലോ. ഇനി ഒരു കാര്യം പറയട്ടെ, പി എസ് സി ചോദിച്ചൊരു ചോദ്യം, ദൂരത്തിന്റെ വെച്ച് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്രയാണ് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അത് 15 കോടി കിലോമീറ്റർ ആണ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 കോടി കിലോമീറ്റർ ആണ്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം അറിയാം, ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. നമ്മുടെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം 15 കോടി കിലോമീറ്റർ. 15 കോടി കിലോമീറ്റർ എന്ന് പറയുന്നതിന് പകരം സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റ് റിസർച്ചിന് ഉപയോഗിക്കുന്നത് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഓ, സണ്ണും എർത്തും തമ്മിലാണ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഞാൻ ആസിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ പറയുന്നതിന് ഇറ്റ്സ് 1 AU റൈറ്റ് എന്നൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അത് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാണ് വെറുതെ പറഞ്ഞത്. അപ്പം അതേപോലെ, പക്ഷെ അപ്പം നമ്മൾ ഓർക്കുന്ന ഡിസ്റ്റൻസിന്റെ ഏറ്റവും വലുത് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണോ? അല്ല. സൂര്യനും ഭൂമിയും തമ്മിലുള്ളത് ആസ്ട്രോണമിക്കൽ യൂണിറ്റിലാണ് പറയുന്നത്, അത് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അത് ശരി. ഇനി പി എസ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അളക്കുന്നതിലെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചത്. അതേതാണെന്നറിയാം? പാസ്കൽ. ഓക്കെ, അതെന്ന് പറയുന്നത് പാർസെക് ആണ്. പാസ്കൽ അല്ല, പാസ്കൽ പ്രഷർ അല്ല, പാർസെക്. ഓക്കെ, പാർസെക്. എന്താ പാർസെക് എന്നറിയാം? ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയർ ആണ്. ഒരു പാർസെക് എന്ന് പറഞ്ഞാൽ 3.26 വർഷം ലൈറ്റ് ട്രാവൽ ചെയ്താൽ എത്ര ദൂരം ചെല്ലും, അതാണ്. അപ്പം നിങ്ങൾ ഇത്രയും ഡെപ്ത് പഠിച്ചില്ലേ? പി എസ് സി വയ്ക്കുന്നത് ദൂരത്തിന്റെ കാര്യത്തിലെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? പാർസെക് ആണ്. ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയർ ആണ്. ഓക്കെ, ശരി. ഇനി മഴവിൽ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഇത് ടെക്സ്റ്റിലും അതേപോലെ കിടപ്പുണ്ട്. എന്തൊക്കെ കാരണമുണ്ട്? അപവർത്തനമുണ്ട്, പൂർണ്ണാന്തരിക പ്രതിഫലനമുണ്ട്, പ്രകീർണനമുണ്ട്. അതിൽ പി എസ് സി ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാ? പ്രകാശ പ്രകീർണനം. എന്നാൽ ഡയമണ്ടിന്റെ അകത്തുള്ള റിഫ്ലക്ഷന് കാരണം എന്താ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്, അല്ലെ? അതായത് പൂർണ്ണാന്തരിക പ്രതിഫലനം. ഓക്കെ അല്ലേ? അപ്പൊ ഇത് കിട്ടിയോ? ശരി. അതേപോലെ വയലറ്റ് ദൃഷ്ടിരേഖയുമായി ഉണ്ടാകുന്ന കോണളവ് എത്രയാണ്? വയലറ്റ് 40 കേട്ടോ, 40.8 ഡിഗ്രിയാണ്. ചുവപ്പാണെങ്കിൽ 42.8 ഡിഗ്രിയാണ്. മഴവില്ലിൽ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന ഘടകവർണ്ണം വയലറ്റ് ആണ്. ഇതൊക്കെ റിപ്പീറ്റഡ് ആ, കളയല്ലേ. ഇനി കമ്പ്യൂട്ടറിലെ ഔട്ട്പുട്ട് ഉപകരണത്തിൽ പെടാത്തത് ഏത്? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറന്തള്ളുന്നു, പുറത്തേക്ക് കിട്ടുന്നു. ഹെഡ്ഫോൺ വഴി സൗണ്ട് പുറന്തള്ളുന്നു. ഓക്കെ. സ്പീക്കർ വഴി സൗണ്ട് പുറന്തള്ളുന്നു. ഓക്കെ. സൗണ്ട് കാർഡ് വഴി ഇൻപുട്ട് ഔട്ട്പുട്ട് ആയതുകൊണ്ട് അത് ഓക്കെ, ശരി ആണ്. അതുകൊണ്ട് അത് പറയാം സൗണ്ട് കാർഡ്, അല്ലെങ്കിൽ അത് കൺഫ്യൂസിങ് ആണ്, ടഫ് ആണ്. ഇനി അതുകൊണ്ട് ക്ലെയിം ചെയ്ത് അല്ലെങ്കിൽ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസലും ചെയ്യാൻ പറ്റും. സൗണ്ട് കാർഡ് ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ടാവും. അതുകൊണ്ട് ആ ആ കളി വേണ്ട ഇനി. അതുകൊണ്ട് അത് വിട്ടു. നമ്മൾ മൈക്രോഫോൺ ആണെങ്കിലോ, നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്ന ഒരു മൈക്രോഫോൺ ഉപയോഗിച്ചല്ലേ, ഇതിന്റെ ജോലി ഇൻപുട്ട് സ്വീകരിക്കാൻ മാത്രമാണ്. ഔട്ട്പുട്ട് ആണ് ഞാനിപ്പോൾ ഇവിടെ കേട്ടത്. നിങ്ങൾ കേൾക്കുന്നതാണ് ഔട്ട്പുട്ട്. അത് ഔട്ട്പുട്ട് ഉപകരണമാണ് സ്പീക്കർ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് അബ്സോർബ് ചെയ്തെടുക്കുന്ന ജോലിയാണ് ഇൻപുട്ട് ഉപകരണമായ മൈക്രോഫോണിൻ്റെത്. അപ്പം ഇത് ഇൻപുട്ട് ആണ്. ഓക്കെ. ഇനി PDF-ന്റെ പൂർണ്ണ രൂപം എന്താ? പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണ്, അല്ലെ? പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. അതേപോലെ ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. പിന്നെ അതേപോലെ ഇതുപോലത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടും. അതേപോലെ ഈ സീരീസ് ഒക്കെ കൂടുതലും ഞാൻ ഇവിടെ തന്നെ എടുക്കുന്നുണ്ടായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുവാണ്, യൂസ്ഫുൾ ആണെന്ന് തോന്നിയത്. ഓക്കെ, അപ്പോഴേ ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് പറഞ്ഞല്ലോ, ഇതൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും. ഒരു കുഴപ്പമില്ല, കാരണം ഇതിനകത്ത് ഇംഗ്ലീഷ് ഓൾമോസ്റ്റ് എല്ലാം 3 out of 5 ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. അത്രയും പാടുള്ള ചോദ്യങ്ങളാണ് വന്നത്. അതുമല്ല, നമ്മൾ സമയം സ്പെൻഡ് ചെയ്ത് ഇത് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽഡ് ആയിരുന്നു. അതറിഞ്ഞോ? ഇത് ക്യാൻസൽഡ് ആയിരുന്നു. അപ്പൊ ഐഡന്റിഫൈ ദ സബ്ജക്ട് വിത്ത് കറക്റ്റ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഈസ് ഗോയിങ്, അതായത് എന്താ പറയാ, കളക്റ്റീവ് നൗൺ പറയുമ്പോഴത്തേക്ക് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് സിംഗുലർ ആണ്. സിംഗുലറിന് നമ്മൾ ഈസ് ഉപയോഗിക്കും. ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഈസ് ഗോയിങ്, ഇത് ശരിയാണ് ഒന്ന്. അതേപോലെ ശരിയായിട്ടുള്ള ഒരെണ്ണം കൂടെ ഉണ്ട്. എന്താ? മൈ കളക്ഷൻ ഓഫ് ബുക്സ് ഈസ്. കളക്ഷൻ ഓഫ് ബുക്സ് കൂടുതൽ എണ്ണത്തെയാണെങ്കിലും പറയുന്നതെങ്കിൽ കളക്റ്റീവ് നൗണിൽ പറയുവാണെങ്കിൽ സിംഗുലർ ഉപയോഗിക്കും. എയും ഡിയും ശരിയായതുകൊണ്ടാണ് ഇത് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി ഇതെന്താണെന്ന് അറിയാമോ? നമ്മൾ സ്കോളർഷിപ്പ് എക്സാം നടത്തി. ഈ ടെക്സ്റ്റ് ബുക്കിലെ സ്കോളർഷിപ്പ് എക്സാമിൽ ഡിസ്കൗണ്ടും കിട്ടി. അങ്ങനെ കോഴ്സിലേക്ക് വരികയാണ് നിങ്ങളെ പോലുള്ള ഉദ്യോഗാർത്ഥികൾ. ഈ മിക്കവാറും ഈ ക്ലാസ് കാണുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടാവും. എനിവേ, വെരി 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 കൺഗ്രാറ്റ്സ് കേട്ടോ. ആ എക്സാം എഴുതിയിട്ടുള്ള മാർക്കുകളും റാങ്ക് ലിസ്റ്റുകളുമാണ് ഈ കാണുന്നത്. ഇതേപോലെ 400ഓളം റാങ്ക് ഉണ്ട്. ബാക്കി ഞാനതൊന്നും എടുത്തിട്ടിട്ടില്ല. ബാക്കി അടുത്ത ക്ലാസ്സുകളിൽ ഞാനത് കൊണ്ടുവരും. ഇനി അടുത്ത സ്കോളർഷിപ്പ് എക്സാം വരുന്നുണ്ട്.
ഡേറ്റ് ഞാൻ അറിയിക്കാം. ഓക്കെ, 20-21 എക്സ്പെക്ട് ചെയ്ത് ഇരുന്നോണം. അതേപോലെ ടെലിഗ്രാം ചാനലിലെ ഈ അപ്ഡേറ്റ്സ് ഇടും. അപ്പൊ അത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നല്ല യൂസ്ഫുൾ ഉണ്ടാവും. അടുത്ത ചൂസ് ദി കറക്റ്റ് പങ്ക്ച്വേഷൻ വേണം. ഷീ ഓപ്പൺ ദി ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ് വാട്ട് എ സർപ്രൈസ്. അവിടെ ഡോർ തുറന്നിട്ട് പറയാം എന്ത് അതിശയമായി പോയി, വന്നല്ലോ ഒരാൾ, അങ്ങനെ പറയത്തില്ലേ. അപ്പൊ ഷീ ഓപ്പൺ ദി ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ്, ഇതിൽ കോമയെ വരത്തുള്ളൂ. ബാക്കി ഇവിടെ കിടക്കുന്നതൊന്നും നിങ്ങൾ നോക്കണ്ട, കോമയാണ് വരേണ്ടത് കേട്ടോ. വാട്ട് എ സർപ്രൈസ്, എക്സ്ക്ലെയിംഡ് എന്നുള്ളൊരു സാധനം വന്നാൽ ഈ എക്സ്ക്ലമേഷൻ മാർക്ക് കാണും. ഇതില്ലെങ്കിൽ അത് തെറ്റാണ്. ഇങ്ങനെ PSC സ്ഥിരം ചോദിക്കാറുണ്ട്. ഷീ ഓപ്പൺ ദി ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ് വാട്ട് എ സർപ്രൈസ്, ഇത് ശരിയായിട്ടുള്ളതാണ്. അല്ലാതെ ഇതല്ല വരേണ്ടത്, കോമയാണ് വരേണ്ടത്. ഓക്കെ, അടുത്തത് സെലക്ട് ദി സെന്റൻസ് ദാറ്റ് യൂസ് ദി കറക്റ്റ് ഫോം ഓഫ് ദി വേർഡ് ടു ബി ഇൻ ദി പാസ്റ്റ്. ഇതിന്റെ ഓപ്ഷൻ ഡി ആണ്. വി വെർ ഓൾ വെരി ടയർഡ് ആഫ്റ്റർ ദി ലോങ് ഹൈക്ക് യെസ്റ്റർഡേ. ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയുന്നത്. ഐഡന്റിഫൈ ദി സെന്റൻസ് വിത്ത് ദി കറക്റ്റ് യൂസ് ഓഫ് മോഡൽ വെർബ്. ഈ മോഡൽ വെർബിന്റെ ചോദ്യം വി ഷുഡ് ബ്രിങ് ആൻ അംബ്രല്ല ഇൻ കേസ് ഓഫ് റെയിൻ. ഓക്കെ, വി ഷുഡ് ബ്രിങ് ആൻ അംബ്രല്ല ഇൻ കേസ് ഓഫ് റെയിൻ ആണ്. അതുപോലെ ഒരു കാര്യം ഓർത്തോണേ, ലെസ്റ്റ് വന്നാൽ കൂടെ ഷുഡ് വരും. ഓക്കെ, ലെസ്റ്റ് വന്നു കഴിഞ്ഞാൽ കൂടെ ഷുഡ് വരും. ലെസ്റ്റ് വന്നാൽ കൂടെ ഷുഡ് വരും. അതെങ്ങനെ വരുന്നത് അറിയാം. ഹി വർക്ക്ഡ് ഹാർഡ് ലെസ്റ്റ് ഹി ഷുഡ് ഫെയിൽ. ഹി വർക്ക്ഡ് ഹാർഡ് ലെസ്റ്റ് ഹി ഷുഡ് ഫെയിൽ. ലെസ്റ്റ് വന്നാൽ ഷുഡ് വരും എന്ന് ഓർത്ത് നിന്നോണം. നോട്ട് ഓൺലി വന്നാൽ ബട്ട് ഓൾസോ വരും. അതുപോലെയാണ് ലെസ്റ്റും ഷുഡും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പഠിച്ചോണം. ഇനി ഐഡന്റിഫൈ ദി കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ഫോളോയിങ് സെന്റൻസ് ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ്. ഇതില് ആൻസർ കി പ്രൊവിഷനിൽ കൊടുത്തിരുന്ന PSC എന്താ അറിയാം, ഡയറക്റ്റ് സ്പീച്ച് ഇതാണ്. ടീച്ചർ സെഡ് ദി എക്സാം വിൽ ബി ഹെൽഡ് ദി നെക്സ്റ്റ് വീക്ക്. ടീച്ചർ പറഞ്ഞു എക്സാം അടുത്ത ആഴ്ച വെക്കാൻ പോകുന്നത്. ഇതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ എന്ത് പറയും, ദി ടീച്ചർ സെഡ് ദാറ്റ് ദി എക്സാം വിൽ എന്തായി മാറും, വുഡ് ആവും. റിപ്പോർട്ടഡില് വില്ല് വുഡ് ആയി മാറും. അപ്പൊ ദി ടീച്ചർ സെഡ് ദാറ്റ് ദി എക്സാം വുഡ് ബി ഹെൽഡ് ദി നെക്സ്റ്റ് വീക്ക്, അല്ല എന്താ പറയുന്നത്, ദി ഫോളോയിങ് വീക്കാ വരുന്നത്. അതുകൊണ്ടാണ് ഇത് ക്യാൻസൽ ആയി പോയത്. PSC പ്രൊവിഷനിൽ ഇത് ശരി കൊടുത്തിട്ട് ഫൈനൽ വന്നപ്പോഴത്തേക്ക് ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരുന്നു വരേണ്ടത്, നെക്സ്റ്റ് വീക്കിന് പകരം ഫോളോയിങ് വീക്ക് എന്നായിരുന്നു വരേണ്ടത് അല്ലേ. ഓക്കെ, ശരി. അടുത്തത് ശരിയായ പദം. ഇനി മലയാളം നമുക്ക് കുറച്ച്, ഇപ്പൊ നമ്മളിപ്പോ IT ചെയ്തു, ഇംഗ്ലീഷ് ചെയ്തു, ഇനി മലയാളത്തിലെ കുറച്ച് ചോദ്യങ്ങളിലോട്ട് പോകാം. ശരിയായിട്ടുള്ള പദം എഴുതുക. ഉദ്ഘാടനമാണ് അല്ലെ, ഉദ്ഘാടനമാണ്. ഞാൻ ഇനി കുറച്ച് വാക്കുകൾ പറയട്ടെ, ഒന്ന് ഫോളോ ചെയ്യുന്നവർ നിങ്ങൾ കമന്റ് ചെയ്യാം. ഞാൻ എന്തായാലും നോക്കും. ഇതേ പറഞ്ഞുതരാം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. കവയിത്രി, റിപ്പീറ്റഡ് ചോദ്യം, കമന്റ് ചെയ്യണേ. കവയിത്രി, യാദൃശികം, ജിജ്ഞാസ, പ്രദക്ഷിണം, അനുഗ്രഹീതൻ, വിദ്യുത് ശക്തി, ശരത് ചന്ദ്രൻ. ഇത്രയെണ്ണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരിയായ പദം. റിപ്പീറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിപ്പീറ്റഡ്, ഡിഗ്രി ലെവൽ ഉൾപ്പെടെ ഉള്ളത് റിപ്പീറ്റഡ് ആ ചോദ്യങ്ങളല്ല, ഈ ഉദ്ഘാടനം പോലെ. അടുത്ത ഭാഗികം, ഇതിന്റെ വിപരീത പദം എഴുതുക. എന്തായിരുന്നു, സമഗ്രം. ഭാഗികത്തിന്റെ വിപരീത പദം സമഗ്രമാണ്. ഓക്കെ, അതേപോലെ 2-3 കൂടെ ഒന്ന് നമുക്ക് നോക്കി വെച്ചാലോ. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാളുടെ ഒറ്റപ്പദം എന്താണ്, കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. എന്താ, കുടിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പിപ്പാസുവാണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്നു, പൈപ്പ് വഴി വെള്ളം കുടിക്കുന്നു. പിപ്പാസു, പിപ്പ് പൈപ്പാക്കണം, അങ്ങോട്ട് കുടിക്കാൻ ആഗ്രഹിക്കുന്നു ഓർത്താണ് പിപ്പാസു. ഇനി പിപ്പ ഡിഷു എന്തുവെന്നറിയാമോ, പിപ്പ ഡിഷു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പിപ്പ ഡിഷു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ജിജ്ഞാസു എന്താ, അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ് അല്ലെ. അപ്പം അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഓക്കെ, ഭുഭുക്ഷു ഉണ്ട്. അടുത്ത് ഭുഭുക്ഷു ഉണ്ട്. ഭുഭുക്ഷു ആണെന്നുണ്ടെങ്കിൽ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപ്പാസുവാണ്. കാണാൻ ആഗ്രഹിക്കുന്ന ആള് ദിദൃക്ഷയാണ്. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ ദിദൃക്ഷു കേട്ടോ, ദിദൃക്ഷു ആണെന്ന് ഓർത്തോണം. അറിയാൻ ആഗ്രഹിക്കുന്ന ജിജ്ഞാസയാണെന്ന് ഓർത്തോണം. ഓക്കെ, ഇനി അടുത്തത് നീഹാരം. പര്യായ പദം ഏതാണ്, നീഹാരത്തിന്റെ പര്യായ പദം. നീഹാരം എന്തുവാണെന്നറിയാമോ, മഞ്ഞാണ്. ഓക്കെ, നീഹാരം മഞ്ഞ്. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടത് മഞ്ഞിന്റെ വേറെ എന്തൊക്കെയാണെന്നറിയാം. നമുക്കറിയാം ഹിമം, ഹിമം മഞ്ഞ്. ഇത് റിപ്പീറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്, അല്ലെ പറഞ്ഞു വിടും. അപ്പൊ മഞ്ഞ് ഹിമമുണ്ട് അല്ലെ. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം. അതുപോലെ തുഷാരമുണ്ട്, തുഷാരം മഞ്ഞിന്റെ, അപ്പം ഹിമം തുഷാരമുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരെണ്ണം ഞാൻ പറയാം ജലത്തിൻ്റെത്. ജലം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരെണ്ണമാ. എന്താണെന്നറിയാമോ, വാരി അല്ലെ. വാരിയുണ്ട്. അതേപോലെ അമ്പു. ഓക്കെ, അമ്പു ഉണ്ട്. തോയമുണ്ട് അല്ലെ. തോയം, അമ്പു, വാരി, സലിലം. സലിലമൊക്കെ ജലത്തിൻ്റെതാണ്. ഓക്കെ ആണല്ലോ. ശരി, ഇനി കാറ്റാണെങ്കിലോ മെയിൻ ആളാണ് അനിലൻ അല്ലെ. അനിലൻ, കാരണം അനിലൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയും, അനിലൻ തീയാണ്. അനിലൻ തീയാണ്. അനിലനാണ് കാറ്റായിട്ടുള്ളത് അല്ലെ.
അപ്പൊ മാരുതൻ, പവനൻ, അനിലൻ ഒക്കെ കാറ്റാണ്. ഓക്കെ ആണോ? ഇനി അഗ്നിയുടെ എന്തൊക്കെ പറയാം? തീയ്, വാഹിനി പറയാം, അനലൻ പറയാം, അനലനും പറയാം. മതി. അപ്പൊ ഇതൊക്കെയാണ് ഈ ഭാഗത്തുനിന്നും ചോദിച്ചത്. താഴെ പറഞ്ഞതിൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണ്? ഓക്കെ, ഇതിപ്പോ നമ്മൾ നോക്കുമ്പോൾ ധീരൻ, ധീര കണ്ടിട്ട് എനിക്ക് ശരിയായിട്ടാ തോന്നുന്നത്. ഏകാഗി, ഏകാഗിനി എനിക്ക് ശരിയായിട്ടാ തോന്നുന്നത്. പക്ഷി, പക്ഷിണി. ഓക്കെ. തമ്പി, തങ്കച്ചി സെറ്റ്. ഈ പക്ഷി പക്ഷിണി കൺഫ്യൂഷൻ ആയപ്പോലും 1, 2 and 4 നമ്മൾ തപ്പും, അങ്ങനെ ഒന്നും കാണുന്നില്ല. പിന്നെ ഇത് ഓൾമോസ്റ്റ് ശരിയായിട്ടുള്ളത് എല്ലാം ശരി. അപ്പൊ നമ്മൾ ഇത് കൊടുക്കും അല്ലെ? ഓക്കെ, നമ്മൾ ഇത് കൊടുത്തോളൂ. ഇത് PSC ക്യാൻസൽ ചെയ്തു. കാരണം ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ട സമയത്ത് ഭയങ്കര അറിവുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ട് അങ്ങോട്ട് കഴിഞ്ഞപ്പം പറയാൻ തുടങ്ങി ധീരൻ ആണിനെയും ധീര പെണ്ണിനെയും എന്ന് സൂചിപ്പിക്കുന്നതിന് പകരം ധീര എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും ബാധകമാണെന്ന് PSCക്ക് അപ്പോൾ ഒരു വെളിവ് വന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ ചോദ്യമേ തെറ്റായി പോയതുകൊണ്ട് ഇതങ്ങ് ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണ് ഇവിടുത്തെ കഥ. അപ്പൊ ഇതുപോലത്തെ ക്യാൻസൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും PSC കൊണ്ട് നമുക്ക് തന്നിട്ട് നമ്മുടെ സമയം കളയും. അപ്പൊ ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത് എക്സാം ഹോളിൽ ഇരുന്ന്. ഇപ്പൊ GK മാത്രമല്ല, നമുക്ക് ഇത് എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതും എങ്ങനെ സമയം ലാഭിക്കണം എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടന്റ്. അതിനൊക്കെ ഉപരി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ എന്താണ് തടയുന്നത്, അല്ലെങ്കിൽ എന്ത് ചിന്തകളാണ് വന്ന് കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യും. ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പാരമ്പര്യം തന്നെ മാറ്റിമറിക്കണം. സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം നേടിയെടുക്കണം കേട്ടോ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. അപ്പോ നമ്മുടെ ഈ ഫ്രീ ക്ലാസ്സസ് ഒക്കെ 17 തുടങ്ങും. അറ്റൻഡ് ചെയ്യുക. സ്കോളർഷിപ്പുകൾ ഉണ്ടാവും, അറ്റൻഡ് ചെയ്യുക. 10th മെയിൻസ് ലെവൽ എടുത്ത് ലൈവ് വാ, നമുക്ക് സംസാരിച്ചിരുന്ന് പഠിക്കാം. ഇനി അതെല്ലാം റെക്കോർഡ് പഠിക്കാം. 999 ആണ് പ്രൈസ്. അതേപോലെ ഡിഗ്രി ലെവലിന് 999 ആണ്. ഈ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ കോഡ് ഓർത്തോണം, ഇന്ത്യാസ് ലൈവ്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആണോ? ഇഷ്ടപ്പെട്ടോ? ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇതിന് മുന്നേ ഒരു ക്ലാസ് കൂടെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തപ്പിയാൽ കിട്ടും. പറഞ്ഞോ, 10th മെയിൻസിന് വേണ്ടി സെക്രട്ടേറിയറ്റ് OA എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതുപോലെ ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാം. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ കൊള്ളാം അതും പറയണം. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അപ്പൊ പോട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.